നമസ്കാരം. മലയാളിയുടെ വർത്തമാനകാലത്തിന്റെ വർത്തമാനം കേരള സമ്മിറ്റ് വീണ്ടും. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുനിരത്തുകളിൽ പൊതുയോഗം നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നപ്പോൾ അറിയപ്പെടുന്ന മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകൻ അഭിപ്രായപ്പെട്ടു, നിങ്ങൾക്ക് നിരോധിക്കാനാവാത്ത പൊതുയോഗങ്ങൾ നടക്കുന്നുണ്ട് സൈബർ സ്പേസിൽ. നിയന്ത്രിക്കേണ്ടതുണ്ടോ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലെ ചർച്ചകളെയും വിനിമയങ്ങളെയും? മുസാഫർ നഗറിലെ കലാപത്തെ മുൻനിർത്തി വേണമെന്ന് പറയുന്നു നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിൽ. എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തൽ അമേരിക്കയുടെ ജനാധിപത്യത്തെ പ്രതിക്കൂട്ടിലാക്കുന്നു. ചർച്ച ചെയ്യുന്നു, രാഷ്ട്രം സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? എവിടെയാണ് നമ്മുടെ നവമാധ്യമ സ്വാതന്ത്ര്യം? ഫേസ്ബുക്കിന് ഡിസ്ലൈക്ക്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവരാണ്. സൈബർ നിരീക്ഷകനും ടെക്നോളജി എഴുത്തുകാരനുമായ ശ്രീ VK ആദർശ്, ദേശാഭിമാനിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററും ഇടതു ചിന്തകനുമായ ശ്രീ N മാധവൻകുട്ടി, 1994 മുതൽ കമ്പ്യൂട്ടറിൽ മാത്രം എഴുതുന്ന എഴുത്തുകാരൻ ശ്രീ KL മോഹനവർമ്മ, സൈബർ കൾച്ചറിനെയും സോഷ്യൽ നെറ്റ്വർക്കുകളെയും കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള കവിയും എഴുത്തുകാരനുമായ ശ്രീ മനോജ് കുറൂർ, യുവ ബ്ലോഗറും ആഴ്ചവട്ടം എന്ന അമേരിക്കൻ ഓൺലൈൻ ന്യൂസ് പേപ്പറിലെ കോളമിസ്റ്റുമായ കുമാരി ഐശ്വര്യ T അനീഷ് എന്നിവർ. ശ്രീ KL മോഹനവർമ്മ, നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഐശ്വര്യയുടെ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായമുണ്ട് അങ്ങയുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായുള്ള പരിചയത്തിന്. ഏകദേശം 17 അല്ലെങ്കിൽ 20 വർഷത്തോളമായി അങ്ങ് പേന കൊണ്ട് എഴുതാറില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പത്രങ്ങൾ പേപ്പറിൽ അച്ചടിച്ചത് വായിക്കാറുമില്ല എന്നറിയുന്നു. എന്തുകൊണ്ടിങ്ങനെ? ഒന്നാമത് ഇത് എളുപ്പമാണ്. പണ്ട് നാരായം കൊണ്ട് ഇതിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് കടലാസിലേക്ക് വന്നപ്പോൾ കുറേ കൂടെ എളുപ്പമായി. അന്ന് വാർത്തകൾ ഓരോരുത്തർ വന്ന് പറയാതെ കേട്ടിട്ട് വേറെയിടത്തേക്ക് പോയി പറയുമായിരുന്നു. അത് അച്ചടിച്ച് വന്നപ്പോൾ കുറേ കൂടെ എളുപ്പമായി. ഇപ്പം ഇൻ്റർനെറ്റ് വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ പേന ഉപയോഗിക്കേണ്ട, കയ്യെ മഷി പറ്റില്ല, അതുകൊണ്ട് പേനയുടെ ആവശ്യമില്ല. രണ്ടാമത് അച്ചടിച്ച പുസ്തകം മേടിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് അത് മുഴുവൻ വായിക്കണം. മാത്രമല്ല പത്രമാകുമ്പോൾ അതിലുള്ള പരസ്യങ്ങളിലേക്ക് മുഖം പോവും, യാതൊരാവശ്യമില്ല, കാശ് ചിലവ് കൂടുതൽ. ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഒരു 3/4 മണിക്കൂർ കൊണ്ട് രാവിലെ ഞാൻ 5:30 മണി മുതൽ 6:15 ഉള്ള സമയം വരെ കൊണ്ട് ലോകത്തെ ഒരുമാതിരി എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട എല്ലാം വായിച്ചു തീർക്കും. എൻ്റെ വർക്ക് അതിനു മുമ്പ് 3 മണി മുതലാണ് ഞാൻ ചെയ്യുന്നത്. 3 മുതൽ 5:30 വരെ ഞാൻ കമ്പ്യൂട്ടറിൽ കയറി എനിക്ക് വളരെ വേഗം എഴുതുന്നതിലും വേഗം ചെയ്യാം. ഇതിലൊരു വലിയ മെച്ചം, വെട്ടിത്തിരുത്തേണ്ട കാര്യമില്ല. മറ്റേ വലിയ പ്രശ്നമായിരുന്നു. നോവലുമൊക്കെ എഴുതുമ്പോൾ വെട്ടിത്തിരുത്തുക, ചില പേജ് മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഇതിനിപ്പോൾ നാരായണൻകുട്ടി എനിക്ക് മാധവൻകുട്ടിയാക്കാൻ ഒരു വിഷമമില്ല. നാരായണനെ അടിച്ചിട്ട് മാധവനാക്കി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ മാധവൻ വരും. എന്ത് സൗകര്യം! അപ്പം നമ്മുടെ സമയം, സൗകര്യം, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ളത്, ആവശ്യമില്ലാത്ത വായിക്കാതിരിക്കുക, എത്രയാ സൗകര്യങ്ങൾ വന്നിരിക്കുന്നറിയാം. ശ്രീ മുകുന്ദൻ നൃത്തം എന്ന നോവൽ എഴുതുന്ന സമയത്ത്, ഇൻ്റർനെറ്റിലെ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച മലയാള നോവൽ എഴുതുന്ന സമയത്ത് വന്ന ഏറ്റവും വലിയ ഒരു ചർച്ച എന്ന് പറയുന്നത്, പേന കൊണ്ട് എഴുതുമ്പോഴാണോ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണോ ക്രിയേറ്റിവിറ്റി കൂടുതൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അത് അനാവശ്യ ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോഴും രസകരമായി ഓർമ്മിച്ചെടുക്കുന്നത് അങ്ങ് കയ്യക്ഷരം മറന്നുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരനാണ്. അതെ, അത് കുഞ്ചൻ നമ്പ്യാർ പണ്ട് ഇതുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന പുള്ളിയുടെ കടലാസ് കൊടുത്താൽ വല്ല ഇതുണ്ടാവുമായിരുന്നു. കുഞ്ചൻ നമ്പ്യാർക്ക് ഇത് വെച്ച് തന്നെ എഴുതണം. മുകുന്ദന് വളരെ കടലാസ് കൊണ്ട് കൈ കൊണ്ട് എഴുതണം. എന്ത് ചെയ്യാനത് ഓരോരുത്തരുടെ ഹാബിറ്റ് ആയിപ്പോയി. പിന്നെ ശീലം മാത്രമാണ്, ക്രിയേറ്റിവിറ്റിയും പേനയും പേപ്പറും തമ്മിൽ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ്. ബിക്കോസ് ബേസിക്കലി സാഹിത്യം, എഴുത്തെന്ന് പറയുന്നത് ഇതാണ്, ഓറലാണ്. അവിടെ നിന്നാണ് ഭാഷ പിന്നീട് അക്ഷരങ്ങളിലേക്ക് വരുന്നത്. അത് ലിമിറ്റേഷനായിരുന്നു. ഈ സൗകര്യങ്ങളെ നമ്മൾ കാണാതിരുന്നിട്ട് ക്രിയേറ്റിവിറ്റിയെ മുകളിൽ കൂടെ തന്നെ വരണമെന്ന് പറഞ്ഞാൽ അത് ദെയർ ഈസ് സംതിങ് റോങ്. ശ്രീ N മാധവൻകുട്ടി, അങ്ങ് ഫേസ്ബുക്കിൽ വളരെ സജീവമാണ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും സജീവമാണ്. ചർച്ചയ്ക്ക് പറ്റിയ സ്പേസ് ആണോ ഫേസ്ബുക്ക്? ഞാൻ ട്വിറ്ററിലാണ് വാർത്തകൾ മനസ്സിലാക്കാനും കുറച്ചുകൂടി എൻ്റെ കാഴ്ചപ്പാടുകളോടും എൻ്റെ ആശയ രൂപീകരണത്തോടും ചടുലതയോടെ പ്രതികരിക്കുന്നവരുടെ ഒരു കൂട്ടം എൻ്റെ ട്വിറ്റർ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കല്ല. ട്വിറ്റർ ഒരു സോഷ്യൽ മീഡിയയാണ്. ഫേസ്ബുക്ക് ഒരു നെറ്റ്വർക്കാണ്. അവിടെ സൗഹൃദം, അവിടെ കളിചിരി, തമാശകൾ, അങ്ങനെയുള്ളൊരു സൗഹൃദത്തിൻ്റെയാണ്. ട്വിറ്റർ അങ്ങനെയല്ല. ട്വിറ്റർ ഒരു മാധ്യമമാണ്. അതായത് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ട്വിറ്ററും ഫേസ്ബുക്കും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ ന്യൂസ് സൈക്കിൾ ഞാൻ ദിവസവും തീർക്കുന്നത്. റൈറ്റ്. ശ്രീ VK ആദർശ്, നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ജീവിതത്തെക്കുറിച്ച് അറിയാൻ ഉള്ള ഒരു ആഗ്രഹമാണ്. എത്രയുണ്ട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ്?
ഏകദേശം 5000-ഓളം ഉണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് താങ്കൾ വളരെ സജീവമാണ്, ഏത് വിഷയത്തിനും പ്രതികരിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെതല്ല, നമ്മുടെ പിന്നെ സമൂഹത്തോട് ഉദാഹരണത്തിന് ഇവരൊക്കെ വളരെ സീസൺഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അച്ചടി മാധ്യമത്തിലൂടെ എഴുതി വന്ന് പിന്നീട് പലതരത്തിൽ ഞങ്ങളെപ്പോലുള്ള പുതുതലമുറ ആൾക്കാരെന്ന് പറയുന്നത് ഒരുപക്ഷെ പിച്ച വയ്ക്കാൻ തുടങ്ങുന്നത് തന്നെ സൈബർ മീഡിയയിലായിരിക്കാം. ഇതിനകത്തൊരു കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഇവർ രണ്ടുപേരും സൂചിപ്പിച്ച ഈ ട്വിറ്റർ എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ഇത്രത്തോളം ഇഷ്ടമല്ലാതായി പോയത്. വാദംകുട്ടി സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വരാൻ നേരത്തെ ഒരു ഗൗരവ ചർച്ചയ്ക്കുള്ള ഇടമാണ്. പക്ഷേ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കുറെ ഫോട്ടോ കൊണ്ടൊട്ടിക്കാം, കുറെ ഷെയർ ചെയ്യാം, പലപ്പോഴും വാർത്തയുടെ ആധികാരികത പോലും ഉറപ്പാക്കാതെയാണ്. കുറച്ചുകൂടി പേഴ്സണൽ ആണ് ഫേസ്ബുക്ക്. പേഴ്സണൽ എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ഉത്സവപ്പറമ്പാണ്. ഇവിടെ പല നാനാ തരത്തിലായ ആൾക്കാർ വരും. പലപ്പോഴും ഫേക്ക് ന്യൂസിന്റെ ബഹളമായിരിക്കാം. ഇതിൽ നിന്ന് വേണ്ടത് ഏതെന്ന് അരിച്ചെടുക്കാൻ വളരെ പ്രയാസമായ ഘട്ടമാണ്. പക്ഷേ ട്വിറ്ററിലേക്ക് വരുമ്പോഴേക്ക് ട്വിറ്ററിന്റെ ടൈം, ഇപ്പോൾ ലോകത്ത് എന്ത് സംഭവം നടന്നാലും ട്വിറ്ററിന്റെ ടൈം ലൈനിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു വിവരപ്പെരുക്കം തന്നെ നമുക്ക് അറിയാൻ പറ്റും. പലപ്പോഴും വിവര ആധികാരികത ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് ട്വിറ്ററിൽ വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ എന്തിന് ഈ ചർച്ചയുടെ പേര് പോലും ഫേസ്ബുക്കിന് ഡിസ്ലൈക്ക് ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ട് ട്വിറ്റർ ഇന്ത്യയിലെ മുഴുവൻ ചർച്ച വരാൻ നേരത്ത് പോലും ട്വിറ്റർ വളരെ കാര്യമായി വരുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എത്ര മാധ്യമ പ്രവർത്തകരുണ്ട്, ഇവരെ പോലുള്ള 3-4 പേരെ ഒഴിച്ചു നിർത്തിയാൽ ഗൗരവമായി ഉപയോഗിക്കുന്നത്. പക്ഷേ ദേശീയ മാധ്യമങ്ങളിലേക്ക് എത്തി നോക്കൂ, ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളിലേക്ക് നോക്കൂ, ആ സെക്കൻഡിൽ തന്നെ ലോകത്തിലെ എന്ത് കാരണത്തോളം അവരുടെ ക്ഷിപ്ര പ്രതികരണം എത്തുന്നത് ട്വിറ്ററിലാണ്. ഇത് ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, അരുൺ ആദ്യം സൂചിപ്പിച്ച കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ വക്താവല്ലേ പറഞ്ഞത്, ഇന്ന് സോഷ്യൽ മീഡിയ രാവിലെ തീരുമാനിക്കും, വൈകുന്നേരം മിക്കപ്പോഴും ടി വി മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്, പിറ്റേന്ന് അച്ചടി മാധ്യമങ്ങൾ വെണ്ടയ്ക്ക നിരത്തുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചാണെന്ന്. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും അഭിപ്രായ രൂപീകരണം നടത്തുന്നതിൽ അതിനുള്ള പങ്ക് അത്ര ചെറുതല്ല. അതിനെ അങ്ങ് അത്രയ്ക്ക് അവഗണിക്കാൻ പറ്റുന്ന രീതിയിലല്ല അതിൻ്റെ അവസ്ഥ. ആദർശ, ഒരു സംശയം ഇതാണ്. അടുത്ത കാലത്ത് നടന്ന ഒരു പഠനം വ്യക്തമാക്കുന്നത് 37% ഫേസ്ബുക്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് യാതൊരു തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയത്തോട് പ്രതികരിക്കാനുമല്ല, പകരം തികച്ചും സ്വകാര്യമായ വിഷയങ്ങൾ മറ്റുള്ള വ്യക്തികളുമായി ഷെയർ ചെയ്യാനോ, അതല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 31% ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ആൻ ഓൺലൈൻ ഫ്ലേർട്ടിംഗ് സൈറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അഥവാ രണ്ട് ഓപ്പോസിറ്റിംഗ് സെക്സുകൾക്ക് കൂടുതൽ ആകർഷണീയതയുണ്ടാക്കുന്ന സെഗ്മെന്റുകൾ ഉണ്ടാക്കി ലൈക്ക് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട നെറ്റ്വർക്കിംഗ് സൈറ്റായി തീരുന്നുണ്ടോ എന്നൊരാശങ്ക. ഒന്ന് ആലോചിക്കണം. ഇപ്പോൾ ലോകത്തിൽ തമാശക്ക് പറയുന്നൊരു വർത്തമാനമുണ്ട്, ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഫേസ്ബുക്ക് എന്ന്. 110 കോടിയോളം ജനങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ആളുകളുടെ ഒരു പൂരപ്പറമ്പായി മാറുന്ന അവസ്ഥയിൽ ഇത്തരത്തിൽ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇവിടെയുള്ളത്. സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഫേസ്ബുക്കിലും കാണും, ട്വിറ്ററിലും കാണും. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ലോകത്ത് ഇനിയും ജനാധിപത്യം നിലനിൽക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ്. ഇതൊരു അതിര് കവഞ്ഞ അല്ലെങ്കിൽ അതിശയോക്തി കലർന്ന വാദമായി എടുക്കേണ്ട. കാരണം വളരെ പ്രധാനപ്പെട്ട വാദമാണ്. മനോജ് കുരൂർ നമ്മുടെ ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തെ എഴുത്തുകാരനാണ്. എങ്ങനെ കാണുന്നു ഫേസ്ബുക്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെ വിനിമയത്തെ? ഞാൻ കൂടുതൽ കവിതയാണ് എഴുതാറുള്ളത്. എന്നാൽ എൻ്റെ കവിതകൾ വന്നിട്ടുള്ളത് ഫേസ്ബുക്കിൽ ആ രീതിയിലല്ല. അതിന് മുമ്പ് തന്നെ പ്രിന്റ് മീഡിയയിലാണ് കൂടുതൽ കവിതകൾ മറ്റും വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ മീഡിയയെ വളരെ കാര്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആളാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതൊരു സമാന്തര ജീവിതം എന്നുള്ള നിലയ്ക്ക്, ഒന്നത്തെ നമുക്കിപ്പോൾ പുറത്തുള്ള ഒരു ജീവിതമുണ്ട്, നമ്മുടെ പൊതുവേ ഉള്ളൊരു ജീവിതം. ഈ ജീവിതത്തിൽ നിന്ന് ഈ ജീവിതത്തിന് സമാന്തരമായ മറ്റൊരു ജീവിതം ഈ ഫേസ്ബുക്കിൽ സാധ്യമാകുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല കവിതയുടെ മറ്റൊക്കെ കാര്യത്തിൽ വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ, പ്രത്യേകിച്ച് പുതിയ ഭാഷയിൽ, അതുപോലെ പുതിയ ജീവിതാനുഭവങ്ങളിൽ ഒക്കെ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്ന തരത്തിലുള്ള രചനകൾ വരുന്നതും അതും വളരെ പോസിറ്റീവായിട്ട് തോന്നിയിരിക്കുന്നു. നിലവിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഏതാണ് കൂടുതൽ ഗൗരവകരം ആണെന്ന് തോന്നിയിരിക്കുന്നത്? അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച്, ഇപ്പം നേരത്തെ മാധവൻ സാർ പറഞ്ഞ പോലെ ഇത് ട്വിറ്റർ ആണെങ്കിൽ ഈ പറഞ്ഞ ഗൗരവമുള്ള ഒരു തരത്തിൽ ചർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ട്വിറ്റർ ആയിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ നേരത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. നേരത്തെ ആദർശയോടെ സൂചിപ്പിച്ചതുപോലെ ഒരു പൂരപ്പറമ്പാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉത്സവപ്പറമ്പിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ പൂരപ്പറമ്പുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആനന്ദ് പണ്ട് ആൾക്കൂട്ടം എന്നൊരു നോവൽ എഴുതിയപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കൂട്ടം അവർക്ക് മുഖമില്ലാതായി പോകുന്നു, അല്ലെങ്കിൽ അവർക്ക് വ്യക്തിത്വം ഇല്ലാതായി പോകുന്നു. ഇവിടെ അതല്ല. ഇവിടെ ഈ ഫേസ്ബുക്ക് പോലുള്ള സ്ഥലത്ത് ഓരോരുത്തരും ഓരോ സംഭവമാണ്, അവരവരുടെ രീതിയിൽ ഓരോരുത്തരും ഓരോ സംഭവമാവാൻ വേണ്ടിയാണോ ഫേസ്ബുക്കിൽ ചേരുന്നത്? ഒരു തരത്തിൽ പറഞ്ഞാൽ അതാവും. കാരണം ആത്മപ്രകാശനം എന്നൊരു സംഗതി ഉണ്ട് നമുക്ക്. സെൽഫ് എസ്റ്റീം തന്നെയാണ് ഫേസ്ബുക്കിന്റെ പ്രധാനപ്പെട്ട. അത് മാത്രമല്ല, അതാണ് ഞാൻ പറയുന്നത്, ഒരാൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതനുസരിച്ചാണ് ഈ സോഷ്യൽ മീഡിയയുടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഏത് ലെവലിൽ വരെ പോകാം നമ്മൾ തീരുമാനിക്കേണ്ട അവസ്ഥ. വെച്ചാൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യം വേറൊരാളുടെ മൂക്കിന് ഇപ്പുറം വരെയാണെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതിന് അപ്പുറത്തേക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. എങ്കിൽ പോലും അതിനകത്ത് തന്നെ സാധ്യമാകുന്ന പല പല സംഗതികളുണ്ട്. പ്രത്യേകിച്ച് ഈ സാഹിത്യത്തിൻ്റെയൊക്കെ മേഖലയിൽ, പ്രത്യേകിച്ച് കവിതയിൽ എനിക്ക് തോന്നുന്നു വലിയൊരു കുതിച്ചാട്ടം തന്നെ ഈ സോഷ്യൽ മീഡിയ സൈറ്റുകൾ വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. വെച്ചാൽ പ്രിന്റ് മീഡിയയിൽ വരാത്ത തരത്തിലുള്ള നിരവധി, ഞാനത് വളരെ കാര്യമായിട്ട് തന്നെ പറയാം. സാധാരണ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല.
പ്രസാധകരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ഭാഷ നേരത്തെയൊക്കെയാണ് അറിയാലോ, ഒരു എന്തെങ്കിലും തരത്തിൽ പരീക്ഷണാത്മകമായ ഒരു രചന ആ ഒരു സംഗതി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ അച്ചടി മാധ്യമങ്ങൾ അവർക്ക് മാധ്യമത്തിൽ ചില പ്രത്യേക നിലപാടുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട്. എഡിറ്ററുടെ സെൻസിബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ സെൻസിബിലിറ്റിക്ക് യോജിച്ച തരത്തിലുള്ള ഒരു വർക്കായിരിക്കും ആ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ആത്മപ്രകാശനത്തിന് അത്തരത്തിലൊരു പോസിറ്റീവായിട്ട് മുഖം കൂടെ ഉണ്ടെന്ന് അർത്ഥം. ഐശ്വര്യക്ക് ഇപ്പോൾ എത്ര വയസ്സായി? 16. ഐശ്വര്യ എന്നാ മുതലാണ് ഈ അക്കൗണ്ടിലേക്കൊക്കെ ഫേസ്ബുക്കിലേക്കൊക്കെ കയറി തുടങ്ങിയത്? 8th മുതൽ. ഏകദേശം 13 years. 13 വയസ്സ്. നിയമപരമായ ഒരു വലിയ കുറ്റകൃത്യമാണ് താങ്കൾ ചെയ്തതെന്ന് അറിയാമോ? അല്ല, ഞാൻ ഇന്ത്യയിൽ ഫേസ്ബുക്ക് തുടങ്ങുന്നതിന് എത്ര വയസ്സ് പ്രായം പരിധി എന്നറിയാമോ? 13. അതിന് തൊട്ട് മുമ്പാണ് താങ്കൾ പ്രവേശിച്ചത്? അല്ല, എൻ്റെ 13ാമത്തെ വയസ്സ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. 8th. ഫ്രണ്ട്സിനൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് നിങ്ങൾ തുടങ്ങുന്നതിന്റെ കാരണം എന്താ? കവിക്കും എഴുത്തുകാരനും പത്രപ്രവർത്തകർക്കും ഫേസ്ബുക്കും നെറ്റ്വർക്കുമായി കാര്യങ്ങൾ പ്രതികരിക്കാനുള്ള കാര്യമുണ്ട്. 8ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഫേസ്ബുക്കിൽ കയറുന്നതിന്റെ ആവശ്യം? ഞാനും കവിതയും കഥയും എഴുതുന്നത് കൊണ്ട്. അതുകൊണ്ട് മാത്രമാണ്? അതുകൊണ്ട് മാത്രമല്ല. ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ടൗണിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാനൊരു സ്കൂളിൽ പോകുന്നു, എൻ്റെ അപ്പുറത്തെ കുട്ടി വേറൊരു സ്കൂളിൽ പോകുന്നു. ഞാൻ 8 മണിക്ക് പോകുന്നെങ്കിൽ എൻ്റെ സുഹൃത്ത് 10 മണിക്കാണ് പോകുന്നത്. ഞാൻ 3 മണിക്ക് തിരിച്ചു വന്നെങ്കിൽ അവർ 5 മണിക്കാണ് വരുന്നത്. എനിക്ക് അങ്ങോട്ട് സംസാരിക്കാനോ എന്തെങ്കിലും കാര്യം പറയാനില്ല. വീട്ടിനുള്ളിൽ അടച്ചിട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ എൻ്റെ അമ്മയും അച്ഛനും പറയും, ഞങ്ങൾ കസിൻസിൻ്റെ കൂടെ കളിക്കുമായിരുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ. ഇപ്പം പാർക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് വന്നു എന്നറിഞ്ഞാൽ പിള്ളേരെല്ലാം പോകും. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമുക്കൊരു ഇപ്പോൾ കളിക്കാനും ഇവിടെ ഫാം വില്ലുണ്ട്. ഫേസ്ബുക്കിൽ എല്ലാവരും ഒരുമിച്ച് കൃഷി ചെയ്യാൻ ഫാം വില്ലുണ്ട്. അല്ലെങ്കിൽ വേറെ ഗെയിംസ് ഉണ്ട്. ഇങ്ങനെയാണ് ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് മോസ്റ്റ്ലി. ആഹാരം കഴിക്കാനും പഠിക്കാനും ഒക്കെ ആയിരിക്കും നമ്മൾ വേറെ മുറിയിലേക്ക് പോകുന്നത്. മിക്കപ്പോഴും ഒരു മുറിയിൽ തന്നെ ഇരുന്ന് വിർച്വലായിട്ട് സംസാരിക്കും. സുഹൃത്തുക്കളുണ്ട്? 5000-ൽ കൂടുതലുണ്ട്. ബ്ലോഗറുമാണ്? അതെ. ബ്ലോഗിൽ എന്തൊക്കെ പ്രസിദ്ധീകരിക്കും? ഞാൻ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആഴ്ചവട്ട ഒരു പ്രിന്റ് മീഡിയ കൂടിയാണ്. അതുകൊണ്ട് അപ്പോൾ എൻ്റെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മലയാളികളായിരിക്കും മിക്കതും, പിന്നെ ഫോറിനേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് അറിയാനും ഇന്ത്യൻ ടീനേജേഴ്സിൻ്റെ അവസ്ഥ അറിയാനും ഒക്കെ ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ എഴുതും. മറ്റേ വർമ്മ സാർ പറഞ്ഞ പോലെ, സാർ 1994 മുതൽ, അതെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ നെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്. ഇപ്പോൾ എഴുതാറില്ല എന്ന് പറഞ്ഞു, പേന കൊണ്ട്. പക്ഷേ എനിക്ക് അപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഐസക് അസിമോവിൻ്റെ ഒരു കഥയാണ്. അതിനകത്തൊരു കുട്ടി ഒരുപാട് ഫ്യൂച്ചറിലാണ്, 3032-ലാണ് കഥ. അപ്പോൾ അത് ഒരു പുസ്തകം കാണും, അത് കൗതുകത്തോടെ നോക്കുന്നു, പേന കൗതുകത്തോടെ നോക്കുന്നു. എങ്ങനെ എഴുതണമെന്നറിയില്ല. കാരണം എപ്പോഴും നമ്പേഴ്സ് നമ്പേഴ്സ് എഴുതാൻ ഞാൻ മണ്ണിലാണ് ആദ്യം എഴുതാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കുട്ടി ആവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് എപ്പോഴും ആ ഹിസ്റ്റോറിക്കലായിട്ട് എങ്ങനെ നമ്മൾ കയ്യെഴുത്ത് മറക്കാതെ ഫേസ്ബുക്കിൽ എഴുതുക. ഞാൻ അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് മഷി കൊണ്ട് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെനിക്ക് കുറച്ച് അതിശയം തോന്നുന്നു. ഐശ്വര്യയുടെ പ്രായത്തിലുള്ള കുട്ടികൾ ഫേസ്ബുക്കിൽ കയറുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഐശ്വര്യയുടെ പോലെയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്, 25% കുട്ടികളും കൗമാരപ്രായക്കാരായ കുട്ടികൾ തേടുന്നത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചയല്ലെന്ന്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക്സുകളെ പറ്റിയായിരിക്കും. കുട്ടികൾക്ക് എത്രമാത്രം ഫേസ്ബുക്ക് ഗുണകരമാണ്? ഫേസ്ബുക്ക് ഒരു കോയിനാണ്, 2 സൈഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരേ പ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യാം. കുറേ ഐഡിയാസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, കുറേ ഇൻസ്പിറേഷൻ കിട്ടും. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിലെ കൺഫെഷൻ സൈറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ അനോണിമസ് ആണ്, ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒരാളെ പറ്റി എഴുതാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടോ ഐശ്വര്യക്ക്? ഇല്ല. 25% ഫേക്ക് ഐഡി ഫേസ്ബുക്കിൽ ഉണ്ടെന്നാണ് കണക്ക്. അതെ, ഒരുപാട് ഫേക്ക് ഐഡീസ് ഉണ്ട്. പല സുഹൃത്തുക്കൾ അല്ലാതിരിക്കും ഒരു പക്ഷേ. തീർച്ചയായും. പക്ഷേ നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് നേരിട്ട് അറിയില്ല ആരാണ്, എന്താണ്, എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. കള്ളം പറയാം. ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ സംസാരിക്കുമായിരിക്കും, സ്കൂളിൽ ചെല്ലുമ്പോൾ മിണ്ടത്തില്ല, അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചാൽ മിണ്ടില്ല. എങ്ങനെ സംസാരിക്കണം അറിയില്ല. അതിൻ്റെ ഒരു കാരണം പെർഹാപ്സ് നമ്മൾ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാം, എന്നിട്ട് നമ്മൾ എഴുതുന്നത് അത് മാറ്റാം. വേറൊരു കുറച്ചുകൂടെ നല്ല ഒരു തോട്ട് നമുക്ക് കൊടുക്കാം. ശ്രീ മോഹനവർമ്മ, ആത്മപ്രകാശനം, അതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫേസ്ബുക്ക് എന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ ട്വിറ്റർ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇതിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോയ എഴുത്തുകാരോ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്ന ഒരു വീട്ടമ്മയോ ഈ അക്കൗണ്ടുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ സ്വാഭാവികമായും അവരാഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്ന പ്രാഥമികമായ ഒരു വികാരത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണോ? അതെ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചട്ടിയും കലവും മാത്രമല്ല, ഒരു നേരിയതും കൂടെ. അത് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നേരിയതില്ലെങ്കിലും നമുക്ക് ജീവിക്കാം.
പക്ഷേ നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്ന ആ നേരിയതും കൂടെ വന്നിട്ടാണ്. നേരിയതിടാനുള്ള അവസരം സമൂഹത്തിൽ അതൊക്കെ കണ്ടുപിടിക്കുകയാണ് പിന്നീട്. ബിക്കോസ് അത് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ഓണമൊക്കെ ചെയ്യുന്നില്ലേ, എല്ലാം ചെയ്യുന്നില്ലേ, ആഘോഷങ്ങൾ, ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചു. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, മനുഷ്യൻ്റെ പ്രത്യേകിച്ച്. അതെന്താണ്, ഈ പഞ്ചഭൂതങ്ങളുണ്ട് നമുക്ക്: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, സ്പർശനം. ഈ 5 എണ്ണത്തിൻ്റെ ആക്ടിവിറ്റിയാണ് നമുക്ക് സന്തോഷം തരുന്നത്, സന്തോഷം കൊടുക്കുന്നത്. ഇതിനുള്ള സ്കോപ്പ് ഉണ്ടാകുന്നതിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അച്ചടിയിലെ അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ പിക്ചറൈസേഷൻ കൂടെ വരും. അത് കഴിയുമ്പോൾ അതിൻ്റെ സൗണ്ട് വരും, അതിൻ്റെ കളർ വരും. ഇനി എന്തൊക്കെയാണ് വരുന്നതെന്ന് ഈ കുട്ടികളുടെ അനന്തര തലമുറ കണ്ടുപിടിക്കും. നമ്മളൊന്നും കാണില്ല, നമ്മൾ രണ്ടുപേരും കാണില്ല, ഡോണ്ട് വറി. അപ്പോൾ അന്ന് വരുമ്പോഴുണ്ടല്ലോ ആ സമയത്ത് വളരെ വ്യത്യാസം വരും, ലോകത്തിന് വളരെ സന്തോഷം ഉണ്ടാകും. ഫേസ്ബുക്കിലെ ബന്ധങ്ങൾ എങ്ങനെ ശാശ്വതമാണോ? കുറച്ചുകൂടി അല്ലെ, ബന്ധങ്ങളെ പറ്റി എന്തിനാ വ്യാകുലപ്പെടേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഫേക്ക് ഐ ഡി ആണെന്ന് കരുതുന്ന ഒരാളാണ് ഞാനും. അത്തരം നമ്മൾ ഇടപെടുന്നു, നമ്മളൊരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നു, ഒരാൾ കവിത എഴുതുന്നു, ഒരാൾ കഥ എഴുതുന്നു, ഐശ്വര്യ അമേരിക്കയിലെ ഒരു വലിയ പോപ്പുലേഷനോടുകൂടി സംവദിക്കുന്നു, ഇത്തരത്തിൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ അച്ചടി മാധ്യമത്തിലോ ടെലിവിഷൻ മാധ്യമത്തിലോ ആണ് എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൊട്ടത്തരവും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ടൈം ലൈനിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാം. പക്ഷേ ഇവിടെ അബദ്ധം പറ്റിയാൽ ഒരു പക്ഷേ നിങ്ങൾ പോലും അബദ്ധമാണെന്ന് തിരിച്ചറിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഒരു അഭിപ്രായ അല്ലെങ്കിൽ വിവര ആരോപണ പെരുക്കമായിരിക്കും നിങ്ങളുടെ ഐഡിയിലും പല ഐഡികളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു പത്രപ്രവർത്തകൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത പത്രപ്രവർത്തനേക്കാളും ഗുണപരമായി കുറെ കൂടെ മെച്ചപ്പെടും. കാരണം ഇത്തരത്തിലുള്ള ഒരു വലിയ കല്ലേറുകൾക്കും ചെരുപ്പേറുകൾക്കും ഇടയിലാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. പക്ഷേ മലയാള മനോരമയും മാധ്യമവും മാതൃഭൂമിയും ഒക്കെ നിങ്ങളുടെ വായനക്കാരൻ്റെ എഴുത്തുകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ പോലും അവരുടെ നയം കലരുക തന്നെ ചെയ്യും ഭാവിയിലും. പക്ഷേ ഇവിടെ ആരുടെയും നയം ഇടകലരുന്നില്ല. നിങ്ങളൊരു അഭിപ്രായം മാർക്ക് സുക്കർബർഗിനെ ചീത്ത വിളിച്ചെഴുതിയാൽ പോലും അയാൾ അത് വായിക്കുന്നുണ്ട് പോലും ഉണ്ടാവില്ല. മനോജ്, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇതിനൊരു വർഗ സ്വഭാവമുണ്ടോ ഈ ഫേസ്ബുക്കിലെയും സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൻ്റെയും സൈറ്റുകൾക്ക്? ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി വെച്ചാൽ എനിക്കൊന്ന് 2-3 തലങ്ങളുണ്ടെന്ന്. ഒന്ന് എൻ്റെ സാക്ഷരതയുടെ അവസ്ഥയാണ്. വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മലയാള സാഹിത്യത്തിലൊരാൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിലൊരാൾക്ക് PhD ഉണ്ടെങ്കിലും സൈബർ സാക്ഷരത ഉണ്ടാവണമെന്നില്ല. അത്യാവശ്യം ഇടപെടാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ പോലും ആ സാക്ഷരത ആവുന്നില്ല. ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒറ്റ ഉദാഹരണം കൊണ്ട് പറയാവുന്നതായിരിക്കുകയാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് S. ജോസഫ് എന്നൊരു കവി, ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കുകയാണ്. അപ്പോഴാണ് ഒരാളുടെ ഒരു വളരെ സാധുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇവന് ഒരു 5 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് എടുക്കാനില്ല, പക്ഷേ ഫേസ്ബുക്കിൽ അവൻ 1 ഏക്കർ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഫേസ്ബുക്ക് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഒരു അക്സെപ്റ്റൻസാണ്. നമ്മളെ ഒരു അക്സെപ്റ്റ് ചെയ്യാണ് കുറേ പേര്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിലെന്ത് വന്നാലും ശരി, ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. നമ്മളെ അല്ലാതെ എല്ലാവർക്കും ജീവിതത്തിൽ എന്താ വേണ്ടത്, അവരെ അക്സെപ്റ്റ് ചെയ്യണമെന്നല്ല. ലൈക്കും എല്ലാവരും അങ്ങേക്കാണെങ്കിലും ശരി, എനിക്കാണെങ്കിലും ശരി, ഇദ്ദേഹത്തിനാണെങ്കിലും ശരി, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം കൂടുതൽ. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ അറ്റ് പ്രസൻറ്റ് ഈസ് ഫേസ്ബുക്ക്. സോ ഇപ്പം എനിക്ക് 5000 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു 100-150 പേരിൽ കൂടുതൽ അതിലൊക്കെ നോക്കുന്നുണ്ടെന്ന് ഒരു സംശയമില്ല. ഇദ്ദേഹം പറഞ്ഞ 20% പോലും കാണില്ല. അതെന്താ വെച്ചാൽ അവരവരുടെ കാര്യം മാത്രമാണ് നോക്കണത്. അവരവരുടെ കാര്യത്തെ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, സമാധാനമായി. മറ്റേ ID പോലും ചിലപ്പോൾ മാറ്റിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല. പക്ഷേ വി ഹാവ് ഗോട്ട് സംതിങ്. ഫോട്ടോകളൊക്കെ വരുന്നത് കണ്ടില്ലേ, പലതരത്തിലുള്ള. ഇത് അവനവൻ്റെ കപടമായ ലോകമാണ്. കപടമല്ല. അതാണ് ഈ എന്തിനു കപടമെന്ന് പറയുന്നത്. ഇതെന്താ കപടം? നമ്മളെ കാണിക്കണമെന്നുള്ള കപടമാണോ? അതെ, ഇതെല്ലാം കപടമാണ്. മാർക്സിസ്റ്റ് പാർട്ടി പോലും പഴയ കമ്പ്യൂട്ടർ കപടമല്ലാന്ന് ഇപ്പോൾ സമ്മതിച്ചില്ലേ? തിരിച്ചു വരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ പാർട്ടി ഉപയോഗിച്ചിരിക്കുന്ന മാധ്യമ സങ്കേതങ്ങൾക്കോ അതിൻ്റെ ബഹുവിധമായിട്ടുള്ള പാർട്ടി പ്രവർത്തന രീതികൾക്കോ കഴിയാത്തത് ഒരുപക്ഷെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിന് സാധിച്ചിട്ടുണ്ട്. ശശികുമാർ തന്നെ അടുത്ത് പറഞ്ഞു, നിരവധി മുഖ്യധാര രാഷ്ട്രീയം ഏറ്റെടുക്കാത്ത പ്രശ്നങ്ങളെ കൂട്ടിയോജിപ്പിച്ചത് ഈ പറയുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളാണ്. മൂലമ്പള്ളി സമരമാണെങ്കിലും ശരി, കൂടംകുളമാണെങ്കിലും ശരി, പാർട്ടിക്ക് വ്യക്തമായ നിലപാടുകൾ ഇല്ലാതെ പോയ സ്ഥലങ്ങളിൽ പോലും അവർക്ക് വേണ്ടി തുണയുണ്ടായിരുന്നത് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളാണ്. പാർട്ടിക്ക് ബദലാണോ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്? ഒരു അർത്ഥത്തിൽ പ്രവർത്തന രീതി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജീവിതത്തിന് ബദലല്ല പാർട്ടിക്ക് ബദലല്ല സാങ്കേതിക വിദ്യയ്ക്ക് ബദലല്ല കമ്പ്യൂട്ടറും ഫേസ്ബുക്കുമൊക്കെ. ജീവിതം അങ്ങനെ തന്നെ തുടരുകയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭവമാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യവസായ വിപ്ലവത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് മാർക്സിസം. അതിനുശേഷം ഉണ്ടായത്. എന്താണ് വ്യവസായ വിപ്ലവം?
അവിടെ പുതിയ സാങ്കേതിക വിദ്യയിലെ ഭാഗമായി ഫ്യൂഡലിസത്തിന് അവസാനിച്ചതിന് ശേഷം ഉണ്ടായ തൊഴിലാളി വർഗത്തിൻ്റെ പ്രതിനിധിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യയശാസ്ത്രവും ഉണ്ടായത്. അപ്പോൾ ഈ പ്രത്യയശാസ്ത്രം ഇവിടെ കമ്പ്യൂട്ടർ CPM എതിർത്തില്ല എന്നുള്ള ഈ വില കുറഞ്ഞ വാദങ്ങൾ ആവർത്തിക്കുന്നത് വിവരക്കുറവ് കൊണ്ടാണ്. അതിന് ഞാൻ ചരിത്രത്തിൻ്റെ കുറവ്, വിവരക്കുറവ്. അപ്പോൾ സാങ്കേതിക വിദ്യയും മാർക്സിസവുമായിട്ടുള്ള ബന്ധം വിവരമുള്ളവർക്കറിയാം. ഉൽപ്പാദന ഉപാധികളുള്ള മാറ്റം, മനസ്സിലായില്ലേ? കമ്പ്യൂട്ടർ ലോകം, ഈ കമ്പ്യൂട്ടർ ലോകത്തെ പോലും മുൻമുന്നിൽ കണ്ട തത്വശാസ്ത്രത്തിൻ്റെ, അങ്ങനെ ഒരു രാഷ്ട്രീയം പറയാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒരു പരിഹാസം വന്നതുകൊണ്ട് അപ്പോൾ തന്നെ ഫേസ്ബുക്കിൽ പണിയെടുക്കുന്ന ആളെന്നുള്ളത് അടിച്ചിരുത്തുകയാണ്. ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള തത്വശാസ്ത്രം ഏത് സാങ്കേതിക വിദ്യയും കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിന് ഉൾക്കൊള്ളാൻ കഴിയും. ഉദാഹരണത്തിന് വെറുതെ പറഞ്ഞതല്ല, ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉപരോധം തിരുവനന്തപുരത്തുണ്ടായില്ലേ? തിരുവനന്തപുരത്തെ ഉപരോധത്തിൻ്റെ ചാലക ശക്തികൾ എന്തായിരുന്നു? സഖാക്കളുടെ കയ്യിലുള്ള മൊബൈൽ. നിങ്ങൾക്ക് അതൊരിക്കലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയുകയില്ല. അപ്പോൾ അവർ താഹിർ സ്ക്വയറിൽ പോണ്ടി വരും ഇസ്ലാമിക വിപ്ലവത്തിന് അന്വേഷിച്ച്. മനസ്സിലായില്ലേ? അരബ് സ്പ്രിംഗ് ആലോചിക്കുമ്പോൾ ഞാൻ കണ്ട് അത്ഭുതപ്പെടുകയാണ്. വാൻഡ്രോസ് ജംഗ്ഷനിൽ നിന്ന് ഒരു സഖാവ് പറയുന്നു, ഇവിടേക്കാണ് വരുന്നത് മുഖ്യമന്ത്രിയുടെ വണ്ടി. അപ്പോൾ സാങ്കേതികവിദ്യ നിങ്ങളുടെ മുൻപിലുള്ള കാര്യങ്ങളെ ആദ്യം തിരിച്ചറിയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ തിരിച്ചറിയുക. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാങ്കേതിക വിദ്യയുമായി നല്ല അടുത്ത ബന്ധം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. രാഷ്ട്രീയ പ്രവർത്തനത്തെ കുറിച്ച് അന്യമാണെന്നുള്ള പറ്റിലല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്റർനാഷണൽ ഫേസ്ബുക്ക് സെല്ലിൽ അംഗം കൂടിയാണ് ഞാൻ. കേരളത്തിൽ അവർ പാർട്ടി അംഗങ്ങളും ഗ്രൂപ്പ് അംഗങ്ങളും അനുഭാവികളുമുള്ള വമ്പിച്ച ലോകവ്യാപകമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് സെല്ലിൽ അംഗം കൂടിയാണ് ഞാൻ. ഡൽഹി മാനഭംഗ കേസിൽ ഏറ്റവും കൂടുതലായിട്ടും യൂത്ത് ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇടപെട്ടിരുന്നത്. അവിടെ ആ പാർലമെന്റ് ആ ഗേറ്റിന് അവിടെ കൂടുതലായിട്ടും വന്നിരുന്ന യൂത്തുകളായിരുന്നു. ആ യൂത്തുകൾ വന്നിരുന്നത് ഫേസ്ബുക്കിലൂടെയുള്ള കുറേയേറെ പ്രചരണങ്ങൾ കൊണ്ട് മാത്രമാണ്. എവിടുന്നോ കിടക്കുന്ന ആർക്കോ വേണ്ടി, ഏതോ ഒരു സിസ്റ്ററിന് വേണ്ടി മാത്രം വന്നത്. അത് അത്രയും യൂത്ത് അവിടെ വന്ന് ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് അവിടെ പാർട്ടി ഇടപെട്ട് അതിന് ബദലായിട്ടുള്ള ഓരോരോ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് എത്രയോ വിദ്യാർത്ഥികളാണ് അവിടെ പോലീസ് ലാത്തി ചാർജിൽ അടിപെട്ടത്. അതിലെല്ലാം പറയാനുണ്ടോ? തീർച്ചയായിട്ടും പറയാനുണ്ട്. ഇത് നിങ്ങളുടെ കൊച്ചു മനസ്സിൽ കുത്തിവെച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ്. ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ചെറുതാണ്, മനസ്സിലായില്ലേ? കേരളത്തിൽ അത്തരത്തിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ ചെങ്കൊടി പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കയ്യിൽ മൊബൈലുള്ളവരും തിരിച്ച് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സഖാക്കളുടെ സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഐശ്വര്യ, ഈ സാമൂഹിക പ്രശ്നങ്ങളോട് നിങ്ങൾ കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ സാർ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു, പാർട്ടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, ഒരു പാർട്ടി നല്ലതല്ല മറ്റേ പാർട്ടി നല്ലതാണ് എന്ന് പറയുന്നു. ഇത് എനിക്ക് തോന്നുന്നത് 1920s റേഡിയോ ഇറങ്ങിയ സമയത്ത് അന്നത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഫയർസൈഡ് ചാറ്റ്സ് കൊണ്ടാണ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പാർട്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു 10 എണ്ണമെങ്കിലും കാണും. ഈ പാർട്ടിയിൽ ചേരും, DYFIയിൽ ചേരും, KSUവിൽ ചേരും എന്ന് പറഞ്ഞ് ഒരുപാട് ഒരാളോട് സംസാരിക്കുമ്പോഴത്തേക്ക് കോൺവെർസേഷനിൽ കയറും. ഈ പാർട്ടി എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഈ സൊസൈറ്റി എന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന പരിപാടി ഉണ്ട്. എത്ര സുഹൃത്തുക്കളുണ്ട്? കൃത്യമായിട്ട് എനിക്കറിയില്ല. 300 പുറത്തുണ്ട്. ഈ പുതുതായിട്ട് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടോ? ക്രൈറ്റീരിയ പരിചയമുള്ള ആൾക്കാരെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. എന്താ നിങ്ങൾ പ്രധാനമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫേസ്ബുക്കിലൂടെ? ഞാൻ അത്രയ്ക്ക് ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പർ അല്ല. ജസ്റ്റ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. പിന്നെ വേറെ കാര്യം നമുക്ക് കൂടുതലായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. സ്വന്തമായിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമമുണ്ടോ? ലൈക്ക് കിട്ടാൻ വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല. ഐശ്വര്യ, ലൈക്ക് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരൂ? ഇല്ല. എല്ലാവർക്കും എല്ലാം ലൈക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ലൈക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് കിട്ടിയാലും കുഴപ്പമില്ല. ഇല്ല, കാരണം ഒരുപാട് ക്രിറ്റിസിസം, ചില കവിതകൾ പോസ്റ്റ് അല്ലെങ്കിൽ ചില ആർട്ടിക്കിൾസ് പോസ്റ്റ് ഒരുപാട് ക്രിറ്റിസിസം കിട്ടാറുണ്ട്. അതിൽ നിന്ന് ഇമ്പ്രൂവ് ആവാനും ശ്രമിക്കാറുണ്ട്. അവര് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയുന്നവരുണ്ട്. ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് ആയിട്ട് അപ്പം നമുക്കൊരു നമ്പർ ഇട്ട് ഒന്ന് നോക്കുന്നത് ഓക്കെയാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാകുമെന്ന്. എന്താ വെച്ചാൽ ഏറ്റവും പ്രധാനം നമുക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിനുശേഷം കുറച്ച് പേരൊക്കെ ഇത് കണ്ടു. ഇതിൽ കണ്ടവരെല്ലാവരും ലൈക്ക് അടിക്കണമെന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ, അല്ലേ? അത് നിർബന്ധമില്ല. കണ്ടിട്ട് നേരെ അങ്ങോട്ട് മാറ്റുകയും ചെയ്യാം. അതോടൊപ്പം ചിലർ കമൻ്റ് അടിച്ചു എന്നിരിക്കാം. കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ഉണ്ട്. ഞാൻ ആ കൂടെ ചിലപ്പോൾ നോക്കാറുള്ള കമൻറ്റുകളേ ഉള്ളൂ, വല്ലതും ഉണ്ടോയെന്ന്. പക്ഷേ എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ പലയിടത്തും പ്രസംഗത്തിനും അതിനൊക്കെ സംസാരിക്കുന്ന എവിടെ ചെന്നാലും 2, 3, 4 പേരും എന്ന് പറയും, സാറേ ഞാൻ സാറിൻ്റെ ഫ്രണ്ടാകട്ടോ. ഇതൊരു വല്ലാത്തൊരു നമുക്കൊരു രസം. പക്ഷേ ഇങ്ങനെയുള്ള ഒരെണ്ണം വലിയ കൂട്ടായ്മ വലുതാവുന്നുണ്ട്. ഒരു കാര്യമുണ്ട്,
എന്നെ പോലുള്ള എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ്റെ ഒരു പുസ്തകം വരുമ്പോൾ അയാളെ മേടിച്ച് വായിക്കും, അത് തീർച്ചയായും. അങ്ങനെ മനോഹർ സാറിനെ പോലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു എലീറ്റിസം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഏറ്റവും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ആ എഴുത്തുകാരൻ സാധാരണ ഇടപെടുന്ന ഒരു രീതി, അതൊക്കെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഇതിന് താഴെ ഒരു അല്ലെങ്കിൽ ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ എഴുത്തോ ആണുള്ളതെങ്കിൽ അതിന് താഴെ ഒരു കമൻറ്റ് ചുള്ളാ കൊള്ളാലോ എന്നായിരിക്കും. ഇത് കേട്ട് കഴിയുമ്പോഴേക്കും എന്താണ് അവനവൻ്റെ ആ ഒരു നിലാവില എന്നൊക്കെ ഉള്ളൊരു സംഗതി ഉണ്ടല്ലോ, അതൊക്കെ തൽക്കാലം മാറ്റി വെക്കേണ്ടി വരും. ഈ ഫേസ്ബുക്ക് പോലുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെയാണെങ്കിലും നേരത്തെ പറഞ്ഞ ഈ ഒരു കുറെ കൂടെ ജനാധിപത്യം എന്നുള്ളതല്ല, എന്താ പറയുക, കുറെ കൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ ഒരു സ്പേസാണ്. അത് ആ ഒരു തരത്തിലുള്ള എലീറ്റിസിനെ അത് തകർക്കുന്നെങ്കിലും ഉണ്ട്. മനോജ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സോഷ്യൽ നെറ്റ്വർക്കിലെ ഭാഷയും കൂടെ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ഇത്തവണ സിവിൽ സർവീസിൽ 4ാമത്തെ റാങ്ക് വാങ്ങിച്ച ഡോക്ടർ ആൽബി സിവിൽ സർവീസിൻ്റെ റിസൾട്ട് വന്നപ്പം ഫേസ്ബുക്കിലിട്ട കമൻറ്റ് അടിച്ചു മോളെ അടിച്ചു, ഇതാണ് ഇട്ട കമൻറ്റ്. പക്ഷേ നമ്മൾ ഒരു ആൽബിട്ട് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇടാൻ കാര്യം, എനിക്ക് ബാബു പോളിൻ്റെ വഴക്കം ഇന്ന അച്ചടി വടിവിലുള്ള ഭാഷ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ന്യൂ ജനറേഷൻ ആളെന്നാണ് പറഞ്ഞത്. 2ാം ഘട്ടം കൂടുതൽ വിശദമായ ഒരു ചർച്ച നമ്മളെ കാത്തിരിക്കുന്നു. രാഷ്ട്രീയമായി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളുടെ സ്പേസ് എവിടെയാണ്, എന്താണ്, അവയെ നിയന്ത്രിക്കേണ്ടതുണ്ടോ, സ്റ്റേറ്റിന് ഭരണകൂടത്തിന് അവ എങ്ങനെയാണ് ഭീഷണിയായി തീരുന്നത്, വ്യക്തിയുടെ സ്വകാര്യതയെ എങ്ങനെ ഭരണകൂടം നിയന്ത്രിക്കേണ്ടതുണ്ടോ, അങ്ങനെ വന്നാൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്ക് മൂക്കുകയറിടണമെന്ന ചില നേതാക്കളുടെ ആവശ്യത്തിൻ്റെ പ്രസക്തി എന്താണ്, നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയെ നിയന്ത്രിക്കുന്നത് ആരാണ് ഒളിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക്? ചർച്ച തുടരുന്നു. ഫേസ്ബുക്കിന് ഡിസ്ലൈക്ക്. സോഷ്യൽ ഓർക്കൂട്ടിംഗ് സൈറ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. കുട്ടികൾക്ക് വരാനായി വളരെ കൃത്യമായി അതാത് രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ നിയമം അനുസരിച്ചാണ് ഫേസ്ബുക്ക് അതിനുവേണ്ടിയുള്ള അവരവരുടെ പ്രൊസീജിയറെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ പ്രൊസീജിയർ അനുസരിച്ചാണ് അവിടെ ഉണ്ടാക്കിയിരുന്നത്. ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ അത്ര ചില്ലറക്കാരൊന്നുമല്ല. അവരതിൻ്റെ രീതിയിൽ എല്ലാ പ്രിക്കോഷനും എടുത്ത് ഇതിന് എന്താണ് പറയുന്നത്, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ, വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ വിദഗ്ധമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ മാനർസ്, എങ്ങനെയാണ് സ്വഭാവങ്ങൾ മാറുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ ഇവിടെ ഇതൊന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ അതിൻ്റെ പുറമേ നിന്നിട്ട് ഇത് കുട്ടി ഇത് ഉപയോഗിക്കരുത്, കുട്ടി അത് ഉപയോഗിക്കരുത്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബാലമംഗളം വായിക്കേണ്ട, ബാലരമ വായിക്കേണ്ട, പോയിരുന്നു പാഠപുസ്തകം വായിക്കും. ഇതിൻ്റെ ഒരു പരിഷ്കൃത രൂപം തന്നെയാണ് ഇന്റർനെറ്റ് നോക്കട്ടെ ചാറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം മാത്രം കൂട്ടുകാരോട് പറയുകയാണ്. എൻ്റെ മരുമകൻ ഇൻ്റർനെറ്റിലൂടെ ഫേസ്ബുക്കിലൂടെ കണ്ടെത്തിയ ആന്ധ്രാക്കാരി കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്ത് വന്നിട്ട് ഒരു കൊല്ലം എനിക്കായിട്ടില്ല. അപ്പം എനിക്കിതിനെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവമുള്ളൂ. വളരെ ആരോഗ്യകരമായ ബന്ധമായി മാറി. ജീവിതത്തിലുള്ള എല്ലാ വൈകൃതങ്ങളും പിന്നെ ബാലമനസ്സുകളെയും ചെറു മനസ്സുകളെയും സ്വാധീനിക്കാവുന്ന എല്ലാ മോശം കാര്യങ്ങളും ഈ സൈബർ സ്പേസിലുണ്ട്. അത് ഈ സൈബർ സ്പേസിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് തടയുന്നതിന് വേണ്ട നിയമനിർമ്മാണം, അതിനു വേണ്ട ജാഗ്രത, അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരു അമൂർത്ത സങ്കല്പമാണ്. ഒരിക്കലും നടക്കുകയില്ല. അതെങ്ങനെ ചുരുക്കാം? എല്ലാ മോശം കാര്യങ്ങളും ഒഴിവാക്കാൻ കഴിയില്ല. അവയെ ചുരുക്കുമ്പോഴാണ് അത് തീവ്രവാദമായി മാറ്റുക. കുട്ടികൾ, ഈ യുവജനങ്ങൾ, കൗമാരക്കാർ, അവരെ നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടതുണ്ടോ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ? എനിക്ക് നേരിട്ട് 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള 4 ഗ്രാൻഡ് സൺസും അവരുടെ ഫ്രണ്ട്സായിട്ടുള്ള കുറഞ്ഞ ഒരു 10-20 പേരുടെ ഫേസ്ബുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഉണ്ട്, ഞാൻ കയറി നോക്കിയിട്ടുമുണ്ട്. നോക്കി ഒരിടത്തും ഇവർ ആകെ അതിൽ പറയുന്ന ഒന്ന് മ്യൂസിക്കിനെ കുറിച്ച്, ഇല്ലെങ്കിൽ ഡാൻസിൻ്റെ ലേറ്റസ്റ്റ് ഫിലിമിൻ്റെ, അല്ലെങ്കിൽ കാറിനെ കുറിച്ച്, അല്ലെങ്കിൽ ക്രിക്കറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച്, കൂടുതലും ഫുട്ബോളാണ്. ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇൻഫർമേഷൻസ് അല്ലാതെ ഒരു തരത്തിലും പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചോ പെൺകുട്ടികളെക്കുറിച്ചോ ഒരു കുന്തോ അതിലൊന്നും ഇവരാരും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു 10-15 ഫേസ്ബുക്കിൽ. പക്ഷേ അവർക്ക് എപ്പോഴും ഇത് ആക്റ്റീവാണ്. അവർ അതിൽ ലൈക്ക് അടിക്കുന്നുണ്ട്. മെസ്സിയാണ് നന്നായിട്ട് കളിച്ചേക്കുമ്പോൾ ലൈക്ക് അടിക്കും, ഇല്ല മറ്റേ ക്രിക്കറ്റിലെ ധോണിയാണെങ്കിൽ ധോണിയെ തട്ടും, അതൊക്കെ ചെയ്തോണ്ടി. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇതൊരു 8 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളവരുടെ കാര്യമാണ്. അതിൽ കൂടുതലുള്ളവർക്ക് ഇതുവരെ കയറിയിട്ട് നോക്കിയിട്ടില്ല. അത് അവരെ കുട്ടികളായിട്ട് എനിക്ക് എടുക്കാൻ ഒക്കില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇത് വലിയൊരു കൂട്ടായ്മയുടെ ലോകം. ഇവർ തമ്മിൽ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇവർ തമ്മിലുള്ള ഹെൽപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നതിൽ നിന്നൊക്കെ വളരെ വളരെ നല്ല മിടുക്കന്മാരാണ് ഇപ്പോഴത്തെ പിള്ളേർ. ശ്രീ മാധവൻകുട്ടിയിലേക്ക് തന്നെ എത്തുന്നു. നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിൽ മുസാഫർ നഗറിനെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും എടുത്ത ചർച്ചയുടെ അവസാനം ഇതായിരുന്നു: നവമാധ്യമങ്ങളെ, പ്രത്യേകിച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവ ഭീകരമായ വിധത്തിൽ വർഗീയ സ്റ്റിമുലൻസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർഗീയ ത്വരയുണ്ടാക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നിയന്ത്രിക്കേണ്ടതുണ്ടോ ഭരണകൂടം? മുസാഫർ നഗർ നമ്മളെടുത്ത് കാണിക്കുന്നത് ഏറ്റവും അടുത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ്. അവിടെ സംഭവിച്ചത് ഫേസ്ബുക്ക് അല്ല. അവിടെ സംഭവിച്ചത്
അവിടെ ഉപയോഗിക്കപ്പെട്ടത്, അവിടെ BJP-യുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റുകൾ, ഞാൻ ഫാസിസ്റ്റുകൾ വിചാരിക്കുന്നവർ ഉപയോഗിച്ചത് മൊബൈൽ ടെക്നോളജിയും പഴയ CD-യും ഒരു പത്രത്തിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം വ്യക്തമായിട്ട്. ഇറ്റ്സ് എ സ്ക്രീൻഷോട്ട് ഓഫ് അവിടെ ഒരു പ്രാദേശിക പത്രത്തിൽ ഈ മൊബൈലിൽ വന്ന ഒരു പടം, 2 വർഷം മുമ്പ് പാകിസ്ഥാനിൽ നടന്ന ഒരു ആക്രമണത്തിൻ്റെ പടം, അതൊരു പ്രാദേശിക പത്രത്തിൽ വന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് മൊബൈലിൽ വന്ന് അത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് ഒരുക്കി കൂട്ടുക എന്നതാണ് മുസാഫർ നഗർ സംഭവിച്ചത്. പക്ഷേ ഇത് ഈ മുസാഫർ നഗർ മാത്രം സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം 2010 ആസാമിൽ അല്ലെങ്കിൽ ബർമയിൽ നടന്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾ തെക്കേ ഇന്ത്യയിൽ, ബാംഗ്ലൂരിൽ, ചെന്നൈയിൽ ഹിന്ദുക്കളുടെ ആസാമികളുടെ കൂട്ടായ പലായനത്തിലേക്ക് നയിച്ച കാര്യവുമുണ്ട്. അപ്പോൾ ആരുടെയും ഇത് കുത്തക, എല്ലാ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെ ആരുടെയും ഒരു വിഭാഗത്തിൻ്റെ കുത്തകയല്ല. ഈ സൈബർ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്ന വലിയ ഒരു ദേശീയ വിരുദ്ധ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധ കൂട്ടായ്മകളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തതായിരുന്നു നാം മുസാഫർ നഗറിൽ കണ്ടത്. ഇത് മാത്രമല്ല, ഇത് ഒരു ദുരുപയോഗം, അതായത് വർഗീയവാദികളും തീവ്രവാദികളും. 2 വമ്പിച്ച തോതിലുള്ള തട്ടിപ്പുകൾക്ക് ലോട്ടറികളിൽ കൂടി അല്ലെങ്കിൽ കള്ളക്കണക്കുകൾ ഏറ്റവും ഒടുവിൽ നടന്നത് നിങ്ങൾ അറിയേണ്ട കാര്യമുണ്ട്. ഇത് സാക്ഷരതയുടെ പ്രശ്നം മാത്രമല്ല കൂട്ടുകാർ. പൂനെയിൽ IIT-യുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറുടെ ഭാര്യയുടെ സിം കാർഡ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 18 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ 3 ദിവസം മുമ്പ് പൂനെയിൽ IIT പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് അയാളുടെ എടുത്തുള്ളൂ. അപ്പോൾ ഇതാണ് വേറൊരു ദുരുപയോഗം. നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞ പോലെ കുട്ടികളുടെയും പോർണോഗ്രാഫിയും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ ചപല മനസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദുരുപയോഗം. 2 വ്യവസായ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആളുകളുടെ ഇടപെടൽ. 3 ദേശീയ വിരുദ്ധ തീവ്രവാദ ശക്തികളുടെ ഇടപെടൽ. ഇതിനെയാണ് നാം സൈബർ സുരക്ഷ എന്ന് പറയുമ്പോൾ ആ വാക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സൈബർ സുരക്ഷ, 3 വാക്കുകൾ മറക്കരുത്. സൈബർ സുരക്ഷ, സൈബർ രഹസ്യ നിരീക്ഷണം സർവൈലൻസ്, 3 സൈബർ സെൻസർഷിപ്പ്. ഇതാണ് സാമൂഹ്യ പ്രസക്തിയുള്ള, നിങ്ങൾ എപ്പോഴും ഒട്ടും കൂട്ടിക്കുഴയ്ക്കരുത് 3ഉം. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സൈബർ സുരക്ഷ നമുക്ക് ആവശ്യമാണ്. ശത്രുക്കളിൽ ഏത് രാജ്യത്തിനും, ഏത് ജനാധിപത്യ രാജ്യത്തിനും ശത്രുക്കളുണ്ടാവാം, തീവ്രവാദികളുണ്ടാവാം, വർഗീയവാദികളുണ്ടാവാം. അവരിൽ നിന്ന് സൈബർ സ്പേസിനെ മോചിപ്പിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ കടമയാണ്. അത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ രഹസ്യ നിരീക്ഷണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് തന്നെ എതിരാണ്. അതിനെ തടയേണ്ടതുണ്ട്. സൈബർ സെൻസർഷിപ്പ് നാം ഒരിക്കലും അനുവദിക്കുവാനും. വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ശ്രീ മാധവൻകുട്ടി തന്റെ വാക്കുകളിലൂടെ. സൈബർ സെക്യൂരിറ്റി ആവശ്യമാണ്. ഗവൺമെന്റ് അതിനനുകൂലമായ വിധത്തിലുള്ള സൈബർ സെക്യൂരിറ്റി പോളിസി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി പോളിസിയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചർച്ചയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി പോളിസി അവിടെ നിൽക്കട്ടെ. അറിയേണ്ടത് സൈബർ സെൻസർഷിപ്പാണ്. മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട്. സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടല്ല, സൈബർ സെൻസർഷിപ്പാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം. അതുകൊണ്ട് സൈബർ സർവൈലൻസ് ആണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം. ഇത് രണ്ടും ഒരർത്ഥത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. സൈബർ സർവൈലൻസും സൈബർ സെൻസർഷിപ്പും രണ്ടും ഭരണകൂടത്തിൻ്റെ പ്രയോക്താക്കളാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അംഗീകരിക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സർവൈലൻസിനെ, ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സെൻസർഷിപ്പിനെ? പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാനിപ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ഒരിക്കലും പ്രാക്ടിക്കൽ ആകില്ല. സർവേലൻസ് നടത്തിക്കൊണ്ടിരിക്കാം. സർവേലൻസ് നടത്തിയതിന് ശേഷം അതിനെ കൗണ്ടർ ചെയ്യാൻ, സർവേലൻസിനെ കൗണ്ടർ ചെയ്യാനുള്ള പിള്ളേർ കണ്ടുപിടിക്കും. സർവേലൻസ് വരുന്നതിന് അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കണ്ടുപിടിച്ചോളും. പേടിക്കണ്ട. 10 ദിവസം 15 ദിവസം. എറണാകുളത്ത് നമ്മുടെ ജോസ് ജംഗ്ഷനിൽ, ഏറ്റവും പ്രധാന ജംഗ്ഷനിൽ പണ്ടൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ ഒരു കൊല്ലം മുമ്പാണ് ഒരു ബോർഡ്, അവിടെ ഈ റൂം ലെറ്റിങ് മറ്റേ പറഞ്ഞ ആ കൂട്ടത്തിൽ എത്തിക് ഹാക്കിംഗ് ക്ലാസ്സസ് ഫോർ എത്തിക് ഹാക്കിംഗ്, അതായത് ഹാക്കിങ് പഠിക്കാനായിട്ട് ക്ലാസ് അവിടെ കൊടുക്കുന്ന നമ്പർ. ആ ചെറുപ്പക്കാരാണെന്ന് ഓർക്കണം. നമ്മളീ പറയുന്ന ഒരിടത്ത് പോലും ഈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സാധനത്തെ അവസാനം ചെന്ന് വീഴുന്ന ഏതോ ഒരു വലിയ ഹാർഡ് ഡിസ്കിൻ്റെ എവിടെയൊക്കെയോ കിടപ്പുണ്ട്. പിള്ളേർ കണ്ടുപിടിക്കുക, അവർക്കത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അങ്ങയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് അക്കൗണ്ടുകൾ അമേരിക്കയിലിരിക്കുന്ന ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡെസ്ക്ടോപ്പിൽ എത്തുന്നത് എത്രമാത്രം ആശാസ്യമാണ്? അതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റും? അല്ലല്ല, അതിപ്പോൾ ഇന്ന് ടെക്നോളജി അതിനിടയ്ക്ക് ആയിപ്പോയി. എന്ത് ചെയ്യാനാ? അതിനെ ജനാധിപത്യം പറഞ്ഞാൽ നിങ്ങൾ പറയും ഒരു ലക്ഷ്മണ രേഖ ഇട്ടിട്ടുണ്ട്, ഇത് അങ്ങേപ്പുറത്ത് നിങ്ങൾ കടക്കരുത്. ലക്ഷ്മണ രേഖ കടന്നില്ലായിരുന്നു ഈ കള്ളത്തരമല്ലോ വെളിയിൽ അറിയുമോ? നിങ്ങളെപ്പോലുള്ള ചാനലുകൾ എന്നല്ലേ ഓരോന്ന് പിടിച്ചെടുത്ത് അടിച്ചു വിടുന്നത്, സ്പോട്ട് ന്യൂസ് അടിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് പലതും വെളി വരില്ല. എപ്പോഴും എക്സിസ്റ്റിംഗ് സൊസൈറ്റിക്ക് അതുപോലുള്ള
അവരുടെ നിലനിൽപ്പിനായിട്ട് അവർ നിയമങ്ങളുണ്ടാക്കും. പ്രൈവസി എന്നുള്ളത് ആധുനിക ജനാധിപത്യ സങ്കല്പത്തിൽ വേണ്ടാത്തൊരാശയമാണ്. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് സൈബർ സ്പേസ് വേണമെന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ ഒക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. വി കെ ആദർശത്തിന് മറുപടി പറയേണ്ടതുണ്ട്. നമുക്ക് സൈബർ സെൻസർഷിപ്പിനുള്ള സാങ്കേതിക വിദ്യ നിലവിൽ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണോ? അരുണിന്റെ ഇമെയിലോ അരുണിന്റെ ഫോൺ സംഭാഷണങ്ങളോ ചോർത്തുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അറിയുന്നുണ്ടാകില്ല ഇത് ചോർത്ത്. ഇതാണ് ഇതിന്റെ കൂടുതൽ ഒരു പ്രശ്നം വരുന്നത്. ഇവിടെയാണ് ഒരു അച്ചടക്ക സമൂഹത്തിൽ നിന്ന് ജാഗ്രത, നിരീക്ഷണ, ഒളിഞ്ഞുനോട്ട സമൂഹമായി സർക്കാർ മാറുന്നത്. ഇവിടെ സർക്കാർ മാത്രമല്ല, അത്യന്തം അപകടകരമായ കാര്യം നമ്മളെ നിരീക്ഷിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടിയാണെന്നുള്ള ഒരു വലിയ അപകടം നമ്മുടെ മുന്നിലുണ്ട്. സർക്കാരിനോട് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ ഇത്തരം ഈ ഏരിയയിൽ നിന്ന്, യു പിയിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന, കൊല്ലത്ത് നിന്ന് വരുന്ന ഇത്ര ജനത ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങളുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന് ഉരുവം കൊള്ളുന്നുണ്ട് എന്ന് ഫേസ്ബുക്കോ മൈക്രോസോഫ്റ്റോ ഇന്ത്യൻ സർക്കാരിനെ ഉപദേശിക്കുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒളിഞ്ഞു നോട്ടം തന്നെയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് സാങ്കേതികവിദ്യയുടെ ലോകമാണ്. മോനോർമ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയാണ് ഭരണകൂടം സ്വന്തം പ്രജാജീവിതങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇടപെടേണ്ട വിഷയം വരുന്നത്. എങ്ങനെയൊക്കെ സർവൈലൻസ് നിയന്ത്രിക്കാൻ പറ്റും? എങ്ങനെയുള്ള സർവൈലൻസ്? കുത്തക സ്ഥാപനങ്ങളുടെ സർവൈലൻസ്, സർക്കാരിൻ്റെ സർവൈലൻസ് പ്രജാജീവിതങ്ങൾ ഒരു കാരണവശാലും വേണ്ട. എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എവിടെയൊക്കെ ലോഗിൻ ചെയ്യുന്നു, എൻ്റെ ഫോണിൽ നിന്ന് എങ്ങോട്ടേക്കൊക്കെ SMS പോകുന്നു, എങ്ങോട്ടേക്കൊക്കെ വിളി വരുന്നു, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ സംശയം. അപ്പോഴും സെക്യൂരിറ്റിയുടെ ഒരു കൺസേൺ ഇതാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ബന്ധങ്ങളുടെ കേസന്വേഷണം സാധിക്കും? നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ പ്രവർത്തനം എങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിൽ ഓമന പേരിട്ട് വിളിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തീവ്രവാദം, ദേശസുരക്ഷ. ഈ രണ്ട് ഓമന പേരിനകത്ത് ഞാൻ തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ, ഈ ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും യാഹുവിൻ്റെയും ഒക്കെ ചീഫ് മേധാവിമാരെ ഒരു വർഷം മുന്നേ അല്ലേ കപിൽ സിബൽ വിളിച്ചു വരുത്തിയത്? അവർ 80ഓളം ഫോട്ടോകൾ കാണിച്ച് ആ 80ഓളം ചിത്രങ്ങളും ഔട്ട്ലുക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ 80ഓളം ചിത്രങ്ങളിൽ ഏകദേശം 50 എണ്ണത്തോളം സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ. ഇതാണോ രാജ്യത്തെ സുരക്ഷ? ഇതാണോ ദേശ സുരക്ഷയുടെ പ്രശ്നം? പക്ഷെ അതേസമയം തന്നെ ബോംബെ തീവ്രവാദം ഇവിടെ നടന്നിരുന്നു. അതിനു മുന്നേ 2-3 ബോംബ് സ്ഫോടനങ്ങൾ നടന്നിരുന്നു. ഇവിടെ എല്ലാം ടെക്നോളജിയുടെ പങ്കുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ ഇതൊന്നും അല്ല. സർക്കാരിൻ്റെ നോട്ടം എന്ന് പറയുന്നത് ദേശസുരക്ഷയുടെയും രാജ്യസുരക്ഷയുടെയൊക്കെ ഓമന പേരിൽ നടത്തുന്നത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത എല്ലാ അഭിപ്രായങ്ങളെയും അടിച്ചൊതുക്കാനുള്ള ഒളിഞ്ഞുനോട്ടം തന്നെയാണ്. ഫേസ്ബുക്കിന് ഡിസ്ലൈക്കോ അമേരിക്കയാണോ പേടി, അതോ അമേരിക്ക ഉപയോഗിക്കുന്ന ടെക്നോളജിയോ? ഒന്നുറപ്പാണ്, നമ്മുടെ ഇന്റർനെറ്റിലെ ചെയ്തികളെല്ലാം മുകളിലിരുന്ന് ഒരാൾ നോക്കുന്നുണ്ട്. വല്യേട്ടൻ. നമുക്ക് രണ്ട് കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സ്നോഡൻ പുറത്തുവിട്ട അമേരിക്കയുമായി ബന്ധപ്പെട്ട ലീക്കുകൾ. രണ്ട്, നമ്മൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ള മോണിറ്ററിംഗ് സംവിധാനം. ഇത് രണ്ടും നമുക്ക് ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യത്തിലേക്ക് വന്നാൽ ഈ സർവൈലൻസ് അത് ഒഴിവാക്കാൻ പറ്റാത്തതായ ഒരു സാങ്കേതിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയോ? എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്കിന് ഡിസ്ലൈക്കോ അല്ലെങ്കിൽ സൈബർ സ്പേസിനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പ് അത് ആർക്ക് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു ആദർശം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നത്. ഒന്ന് അറിയാലോ, ഇപ്പോൾ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ ഏതെങ്കിലും വർഗീയ കലാപത്തെയോ മാത്രം മുൻനിർത്തിക്കൊണ്ട് ആ ഒരു സ്പേസിനെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ അടച്ചു കെട്ടേണ്ടതാണ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു അത് വേറൊരു തരത്തിലുള്ള അത് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഭരണകൂടങ്ങൾക്കാണ് ഈ പറഞ്ഞ ഇത്ര ആധികളുള്ളതെന്നുള്ളതാണ് ഒരു തമാശ. ആ ഭരണകൂടത്തിന് അത്ര ആധി വരാനുള്ള കാരണവും നമ്മൾ അടുത്ത കാലത്ത് ഈ സൈബർ സ്പേസിൻ്റെ ഉപയോഗത്തിലൂടെ കണ്ടതാണ്. ഒന്ന്, ആദ്യം നമ്മൾ ജൂലിയൻ അസാഞ്ചിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട ജൂലിയൻ അസാഞ്ച് വിക്കിലീക്സിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ അത് പത്രങ്ങളിലൂടെ വരുന്നു. ആദ്യം വിക്കിലീക്സിൻ്റെ വെബ്സൈറ്റിലൂടെ വരുന്നു, അവർ ഡോക്യുമെൻറ്റ്സ് പ്രസിദ്ധീകരിക്കുന്നു, തൊട്ട് പിന്നാലെ പത്രങ്ങൾ അതിൻ്റെ അനാലിസിസ് വരുന്നു. ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴേക്കും ജൂലിയൻ അസാഞ്ച് ഒരു കേസിൽ പെടുകയാണ്. അതേപോലെ തന്നെ സ്നോഡൻ ഇതേപോലെ തന്നെ ഈ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഈ സർവൈലൻസിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രത്യേക സൈറ്റുകളെ തെരഞ്ഞുപിടിച്ച് അവയെ ബാൻ ചെയ്യുന്ന സാങ്കേതിക വിദ്യ നമുക്കുണ്ട്. നമുക്ക് സാധിക്കുമോ? നമ്മൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത വേറൊരു ലോകം ഇന്റർനെറ്റിനകത്ത് തന്നെ ഉണ്ട്. അതർ സൈഡ് ഓഫ് ഇന്റർനെറ്റ്. ഇത് നമ്മൾ കോമൺ പോപ്പുലേഷൻ ഇരിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല നിങ്ങൾ ഈ സൂചിപ്പിക്കുന്ന വിധ്വംസക ശക്തികൾ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പത്തിലൊരു കാര്യം പറയാം. ഉദാഹരണത്തിന് ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ ഒരു കാരണവശാലും ഇൻസെപ്ഷൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നുള്ള ഒരു ഒളിഞ്ഞു നോട്ടം സമ്മതിക്കുന്ന സാങ്കേതിക വിദ്യ അല്ല. കഴിഞ്ഞ ആഴ്ച കേട്ട വർത്താനം ബ്ലാക്ക്ബെറി ഒരു ആന്ധ്രാക്കാരൻ വാങ്ങി എന്നുള്ളതാണ്. ഇനി ആന്ധ്രാക്കാരൻ വാങ്ങിയാൽ പോലും ഇന്ത്യയിൽ ഒരു സെർവർ തരികയോ സെർവറിലേക്ക് ബാക്ക് ഡോർ ആക്സസ് തരികയോ ഒരു കാരണവശാലും ചെയ്തില്ല. ഇങ്ങനെ തരാൻ നേരത്ത് ഈ ബോംബെ തീവ്രവാദത്തിനടക്കം ബ്ലാക്ക്ബെറി മെസ്സഞ്ചർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും രാജ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ അടുത്ത കാലത്താണ് പുതിയൊരു ഏജൻസി കൂടെ പെർമിഷൻ കൊടുത്ത ഒരു 3 മാസമേ ആയുള്ളൂ. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പല കാര്യങ്ങളിലും ഇന്റർസെപ്ഷൻ നടത്താം, മുൻകൂർ അനുമതി ഇല്ലാതെ ഇന്റർസെപ്ഷൻ നടത്താനുള്ള പെർമിഷൻ കൊടുത്ത്. എന്തിനു വേണ്ടിയാ? ഇൻസൈഡർ ട്രേഡിംഗ് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി. അവിടെ ഒരു സംശയം ഇതാണ്, അത് എങ്ങനെ നിയന്ത്രണം പോസിബിൾ ആകും എന്ന് ശ്രീ മോഹൻ വർമ്മ ചോദിച്ച ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച MMS മുസാഫർ നഗറിലേക്ക് കാരണമായിട്ടുള്ള മൾട്ടിമീഡിയ മെസ്സേജ് സെറ്റിംഗ്, ഇത് എങ്ങനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? അതൊന്ന്. രണ്ട്, യൂട്യൂബിൽ വരുന്ന ചിത്രങ്ങൾ, യൂട്യൂബിൽ വരുന്ന പ്രധാനപ്പെട്ട
ചില സ്പീച്ചസ്, ഹേറ്റഡ് സ്പീച്ചസ്, ഇതെങ്ങനെ നിങ്ങൾക്ക് സർക്കാർ വിജയിച്ചാൽ അത് ഒരിക്കൽ പബ്ലിഷ് ചെയ്തതിന് ശേഷമല്ലേ നിങ്ങൾക്ക് നിരോധിക്കാൻ സാധിക്കുകയുള്ളൂ? ഇതിനൊരു വൈറൽ സ്വഭാവം ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ഇന്റർനെറ്റിനുള്ളത് വൈറൽ സ്വഭാവം തന്നെയാണ്. ഒരു തരത്തിൽ വൈറലായി പെട്ടെന്ന് പടർന്നു പടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അവിടെ തന്നെ പൊതുസമൂഹം എന്നുള്ള രീതിയിൽ ഫേസ്ബുക്കിൻ്റെ ഒരു പോളിസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ പോളിസി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് ടേക്ക് ഡൗൺ ചെയ്യിപ്പിക്കാമല്ലോ. സർക്കാർ കഴിഞ്ഞ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 2000-ഓളം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2000-ഓളം ടേക്ക് ഡൗൺ റിക്വസ്റ്റുകളാണ് ട്വിറ്ററിനും ഫേസ്ബുക്കിനും പോയിട്ടുള്ളത്. ഇതിനകത്ത് എത്ര എണ്ണമാണ് നമ്മൾ ഈ സൂചിപ്പിക്കുന്ന രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ളത്? മിക്കവാറുള്ള കേസ് ഒരു ടേക്ക് ഡൗൺ കേസ് ഞാൻ ഓർമ്മയിൽ വരുന്ന പറയാം. അരിന്ദം ചൗധരിയുടെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കുത്തക വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളിന്റെ റിക്വസ്റ്റ് അനുസരിച്ച് UGCയുടെ സൈറ്റാണ് സർക്കാർ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചു കൊടുത്തത്. രാജ്യത്ത് നടക്കുമോ ഇത്തരം കാര്യങ്ങൾ? മാധവൻകുട്ടി, ഇവിടെ നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള അപകടങ്ങൾ, ഒന്ന് ഭരണകൂടത്തിൻ്റെ, അത് ചൈനയായാലും ഇറാനായാലും ഏറ്റവും ഒടുവിൽ ബഹ്റിൻ ആയാലും ഏറ്റവും ഒടുവിൽ അമേരിക്ക, ഏറ്റവും വലിയ പഴയ ജനാധിപത്യം, അവരുടെ NSA തന്നെയാണ് അവരുടെ ആളുകൾ മാത്രമല്ല ബ്രസീൽ, ഇന്ത്യ തുടങ്ങിയ ആളുകൾ, അവരുടെ രാജ്യങ്ങളിലെ പ്രമുഖരുടെ സംഭാഷണങ്ങൾ അതാത് സമയത്ത് ചോർത്തിക്കൊണ്ടിരുന്നു എന്ന വാർത്ത ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അതിസുപ്രധാനമായ വാർത്തയ്ക്ക് നാം കേട്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ചെറുക്കാതെ പറ്റില്ലല്ലോ. പ്രായോഗിക തലത്തിൽ ചെറുക്കുക, പോകാവുന്നത്രയും മുന്നോട്ട് പോവുക, ദുരുപയോഗം കുറയ്ക്കുക, ജീവിക്കുന്നത് അത്തരം പ്രായോഗികതയിലാണ്. അല്ലാതെ കൈ മലർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന രീതിയിൽ നമ്മൾ ജീവിക്കാറില്ല. അതുപോലെ ചെയ്യാവുന്ന ചെയ്യുക. ഒരു രാജ്യം എത്രത്തോളം ജനാധിപത്യപരമാണോ അത്രത്തോളം മാത്രമേ ഭരണകൂടത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ അമേരിക്കയാണ് ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഞെട്ടുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ ഞാനീ പറയുന്ന സൈബർ സുരക്ഷ ഏത് ഭരണകൂടത്തിൻ്റെയും, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണെങ്കിൽ അതിൻ്റെയും ചുമതലയാണ്. അതില്ലാതെ ഓടി രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നിരീക്ഷണം പോലെ തന്നെ, ഒബ്സർവേഷൻ തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണെന്ന് പനോപ്റ്റിക്കോൺ പ്രസിഡന്റ് സ്ട്രക്ചർ തന്നെ നമ്മൾ വലിയ വാചകമടിക്ക് പകരം വ്യക്തിപരമായ ഒരു ഉദാഹരണം പറയട്ടെ. നന്മ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസാധകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അന്വേഷിച്ചു ഇയാളെ പിടിച്ചത് എന്തിനാണ്. അപ്പോൾ പറഞ്ഞു ദാവത്തെ ജിഹാദി എന്ന് പറയുന്ന ഒരു ഉറുദു പുസ്തകം, അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള തീവ്രവാദം പ്രചരിപ്പിക്കുന്നതാണ്. അത് വളരെ കാലത്തിന് ശേഷം കേരളത്തിലെ പോലീസ് കണ്ടുപിടിച്ച് ശ്രമിച്ചു. ഞാൻ തുടർച്ചയായി ഇന്നലെ ഈ ദാവത്ത് ഈ ജിഹാദി എന്താണെന്ന് അത് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. ഇവർ പറയുന്നത് വിശ്വസിക്കാമോ? ചിലപ്പോൾ ഭഗവത്ഗീത പോലെയോ അങ്ങനെ വല്ല സാധനമാണെങ്കിലോ നമ്മൾ ജിഹാദി എന്ന് കേട്ടിട്ട് മിരണ്ടിട്ട് കാര്യമില്ല. അതിനുവേണ്ടി ഞാൻ തുടർച്ചയായിട്ട് ഇൻ്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിച്ചു. ഇപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് ഞാൻ തന്നെ അതിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി അവരുടെ സ്ക്രീനിങ്ങിൽ വന്നു കഴിഞ്ഞിരിക്കും. ഇതാണ് യഥാർത്ഥ പ്രശ്നം. അപ്പോൾ വേണ്ട സുരക്ഷ നാം അർഹിക്കുന്നു, നമുക്ക് അനുവദിക്കാം. പക്ഷേ കടന്നുകയറ്റം, ഓവർ റീച്ച്, എക്സസ്, ഡിസ്പ്രപ്പോർഷനേറ്റ്, അറിയാത്തത്, ഇതിനൊക്കെ നിയമങ്ങളിലുള്ള സാധുതയുണ്ടാക്കുക. ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ ജനാധിപത്യപരമായി ശ്രമിക്കുക. ശ്രീ മോഹനവർമ്മ, അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തിയിലൂടെ സാഞ്ചസ് വെളിപ്പെടുത്തിയത്, സ്നോഡൻ വെളിപ്പെടുത്തിയത് ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യമാകുന്നത്? ആ അർത്ഥത്തിൽ പോലും ഒരു വിർച്വൽ റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു വിർച്വൽ ലൈഫിൽ അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമേ ആവുന്നില്ല. ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മുടെ പഴയ രീതിയിൽ പറയുന്നത് എല്ലാ കോർപ്പറേറ്റ്സിയാണ്, കോർപ്പറേറ്റ്സാണ് ഇതെല്ലാം നടത്തുന്നത്. കോർപ്പറേറ്റ്സ് എന്ന് പറയുമ്പോൾ അവസാനം നമ്മുടെ കൺസ്യൂമർ, നമ്മൾ അവസാനം മേടിക്കുന്ന നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും സർവീസസും തരുന്ന വലിയ വലിയ കമ്പനികളാണ് ഈ എല്ലാ രാജ്യങ്ങളെയും മിക്കവാറും നയിക്കുന്നത്. ഇവിടെ ഇതുപോലുള്ള നടത്തിയ 2 രാജ്യങ്ങളേ ഉള്ളൂ ഈ കംപ്ലീറ്റ് കൺട്രോൾ എടുത്തു. ഒന്ന് നോർത്ത് കൊറിയയും പിന്നെ ഒന്ന് ക്യൂബയും. അവിടെ എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ തന്നെ അവരുടെ ഇതിലാക്കി, കമ്പ്യൂട്ടർ മുഴുവൻ അവിടെ സ്വന്തമാക്കി. ഇപ്പോഴേ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ അമേരിക്കയാണെങ്കിലും ശരി, ചൈന ഇതിൻ്റെ ലേറ്റസ്റ്റ് ആരെ കൊണ്ടാണ് ചെയ്യുന്നത്? അമേരിക്കയിലെ ഒരു പ്രത്യേക കമ്പനി വളരെ രഹസ്യമായിട്ട് അവർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യാനായിട്ട്. അത് ചൈന. അപ്പോൾ അമേരിക്ക പറയുന്നില്ല, കമ്പനിയും പറയുന്ന, എല്ലാവരും പറയുന്നില്ല. ഇതുപോലെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജനാധിപത്യമല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ആധിപത്യത്തിൽ പിടിച്ചിരുത്തുന്ന പരിപാടികളാണ്. സർവേലൻസ് ആവാമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതിന് പകരം ഇത് ആര് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മാനുവൽ കാസ്റ്റൽസ് എന്ന് പറയുന്ന ഒരു സൈദ്ധാന്തികം പറയുന്നത് ഹാക്കർ കൾച്ചർ എന്ന് പറഞ്ഞൊരു
സംഗതി ഇന്നത്തെ കാലത്ത് അറിയാം. ഇപ്പോൾ ഈ അമേരിക്കയുടെ തന്നെ ഭരണകൂടം ചെയ്യുന്ന ഭരണകൂട വിരുദ്ധമായ അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരെ ചെയ്യുന്ന ഒരു സംഗതി പുറത്തു വരുന്നത് ഇത്തരത്തിലുള്ള സർവൈലൻസിൽ കൂടെ തന്നെയാണ് ഒരു തരത്തിൽ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വിപ്ലവാത്മകമായ ഒരു വശമുണ്ട്. മറുവശത്ത് ഭരണകൂടം ഇങ്ങോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് ശ്രീ മാധവൻകുട്ടി സൂചിപ്പിച്ച നമ്മൾ ചർച്ചയ്ക്ക് സർവൈലൻസ് എന്ന് പറയുന്നത് ഹാക്കിംഗ് എന്ന് പറയുന്നത് മാത്രം എടുത്തിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. അത് ആര് ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഗൂഗിളും യാഹുവും സ്കൈപ്പ് ആണെങ്കിലും ശരി, വാട്സപ്പ് ആണെങ്കിലും ശരി, ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അമേരിക്കയുടെ നിയന്ത്രണത്തിലോ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന അന്തർദേശീയ ഉടമ്പടികൾക്ക് വിധേയമായോ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നുണ്ട്. ഇതിലാണ് ജനാധിപത്യം ഇല്ലായ്മ. മറ്റു രാഷ്ട്രങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാനാവുന്നത്. വരുന്നു ആദർശം. അവിടെയാണ് ഹാക്കർ കൾച്ചർ കൂടുതൽ പ്രസക്തമാകുന്നത്. നേരത്തെ പറഞ്ഞാൽ ഇത് ഇപ്പോൾ പെൻറ്റഗണിന് അല്ലെങ്കിൽ മറ്റേ ഭരണകൂടം ചെയ്യുന്ന ഇത്തരത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുവനാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു US കേബിൾസിൻ്റെ പുറത്ത് വരെ ആരെയാണ് നടുക്കിയത്, അല്ലെങ്കിൽ ഇതേപോലുള്ള ഈ സ്പേസിനെ ആരാണ് ഭയക്കുന്നത്? ഐശ്വര്യ, ഈ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം വായിക്കാവുന്ന ഒരു പ്രത്യേക സൊസൈറ്റിയിലേക്ക് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ട ആശയങ്ങൾ ഇടാറുണ്ടോ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ടോ? സ്വകാര്യ പോസ്റ്റിംഗ്, തീർച്ചയായിട്ടും ആ സ്വകാര്യ പോസ്റ്റിങ്ങുകൾ അമേരിക്കയിൽ ഇരുന്നൊരാൾ കാണുന്നുണ്ട് എന്നുള്ളത് ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവുന്നില്ല. കാരണം ഇത്രയൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ലേ, സർവൈലൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെല്ലാം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്? അവർക്ക് എന്താണ് പേടി? നമ്മുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നമ്മളുടെ സ്വകാര്യത എല്ലാവരും ഇപ്പോൾ എൻ്റെ ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റ് ആയിരിക്കും ചിലപ്പോൾ അവരെടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്തെന്ന് അവിടെ തെളിയും. അപ്പോൾ ഞാനാണോ ചെയ്തത് അവരാണോ ചെയ്തത് അറിയാൻ പറ്റില്ല. വി ഡോണ്ട് ഹാവ് എനി പ്രൂഫ് ദാറ്റ് വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വെരി ബാഡ്. നമ്മളെ പേടിയുണ്ടായിട്ടായിരിക്കും. ഇടപെടാൻ ശ്രമിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ച അതേ പ്രശ്നം, അതായത് ഗൂഗിൾ ആണെങ്കിലും യാഹു ആണെങ്കിലും സെർച്ച് എഞ്ചിനുകൾ അടക്കം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ അടക്കം അമേരിക്കയുടെ ഒരു എഗ്രിമെന്റിന്റെ കക്ഷികളായി തീരുന്നു എന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ വല്ലാത്ത അമേരിക്ക പേടി ഉണ്ടാക്കണം. എനിക്ക് ഇതിനകത്ത് ടെക്നോളജിയെ പേടി. നിങ്ങൾ പല സാധനങ്ങളും അമേരിക്കയിൽ, ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഗൂഗിളിന്റെ ഓപ്പറേഷൻ മുഴുവനായിട്ട് അമേരിക്കയിലാണ്. ഇതുപോലെ മുഴുവനായി ഇന്ത്യയിലായ കുറെ തന്ത്രപ്രധാനമായ ഓപ്പറേഷൻസും ഉണ്ട്. അല്ലല്ലോ, കോർപ്പറേറ്റുകളല്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ കോർപ്പറേറ്റ് ആവും. ഞാൻ ഉദ്ദേശിച്ചത് വിദേശീയന്റെ അമേരിക്ക ഇന്ത്യയിലുള്ളത്. അമേരിക്ക പേടിയല്ല ഇവിടെ വേണ്ട, ഇവിടെ ടെക്നോളജി അമേരിക്കയുടെ ദേശീയ സുരക്ഷയാണ് പേടിക്കുന്നത്, അമേരിക്കയല്ല. അമേരിക്കൻ അധികാരത്തെ ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. അമേരിക്കൻ അധികാരത്തിന് ഇടയിലുള്ള സാധനങ്ങളല്ലേ വിക്കിലീക്സ് ലീക്കാക്കി പുറത്തു കൊണ്ടുവന്നത്? അത് വേറൊരു കാര്യമല്ലേ? അമേരിക്കൻ അധികാരത്തിന്റെ ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്ക അല്ല, നിങ്ങൾ പേടിക്കുന്നത് ഇവിടെ ടെക്നോളജിയാണ്. എന്തുകൊണ്ടാണ് ഇത് ലീക്ക് ചെയ്യപ്പെട്ടത്? ലീക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെയായിരുന്നാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. സ്നോഡൻ ആയാലും ചെയ്ത പ്രവർത്തനങ്ങളായാലും അല്ലെങ്കിൽ അസാഞ്ച് ചെയ്ത പ്രവർത്തനങ്ങളായാലും പൂർണ്ണമായി ശരിയാണ്. പക്ഷേ ഒരു വിവര സുരക്ഷാ പരിധിയിൽ കൂടിയാണ് ഈ സാധനങ്ങളെല്ലാം പുറത്തു വന്നതെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. പക്ഷെ രണ്ടാമത്തെ കാര്യം, ഇവർ രണ്ടുപേരെയും കൂച്ചുവിലങ്ങിടാൻ ഇന്നും അമേരിക്കൻ അധികാരത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടം മുതൽ തുടങ്ങിയ രഹസ്യാന്വേഷണത്തിന്റെ രാഷ്ട്രീയമാണ്. അത് CIA ആണെങ്കിലും ശരി, അത് NIA ആണെങ്കിലും ശരി. മൂലധന ശക്തി എന്താണ്? ടെക്നോളജിയാണോ? വിവരമല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു 90-കൾക്ക് മുന്നേ ഇത്തരം മൂലധന ശക്തികൾ ഇന്ത്യക്ക് എത്രമാത്രം ഈ മൂലധന ശക്തികളെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. ആ രീതിയിൽ ചർച്ച മാറ്റിക്കൊണ്ടുപോകും വേണ്ട. നിങ്ങളല്ലേ ഉന്നയിച്ച അമേരിക്കൻ പേടി എന്നുള്ള ഒരു അമേരിക്കൻ പേടി മാത്രമല്ല, ടെക്നോളജി പേടി വേണം. സാറ് തന്നെ സൂചിപ്പിച്ച ഇസ്രായേൽ ഇന്ത്യയിൽ പോയത്, ഇത് അമേരിക്കയിലോട്ടല്ലല്ലോ പോയത്. ഇവിടെ ഇസ്രായേൽ പേടിയല്ലേ നമുക്ക് വരുന്നത്? ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഞാൻ പറഞ്ഞ അമേരിക്ക എന്നുള്ള വാക്കല്ല ഇവിടെ പ്രശ്നം. പക്ഷെ മറിച്ച് ഈ ടെക്നോളജിയെ ഭരിക്കുന്ന ഒരു വലിയ ക്രമമായിരിക്കും. ഇത് അമേരിക്കയ്ക്ക് ഇതിന് പേടിയുണ്ട്. അരുൺകുമാർ, ഇതിനെ ടെക്നോളജിസം എന്ന് പറയും. ഇത് ടെക്നോളജിയോടുള്ള പ്രതിബദ്ധത. അതിനൊരു രാഷ്ട്രീയമുണ്ട്, ആലോചിച്ച് നോക്കൂ. പൂർണ്ണമായും രാഷ്ട്രീയമുണ്ട്, സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇതിൽ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചില രാഷ്ട്രീയങ്ങളും ഇതിനകത്തുണ്ടെന്നുള്ള കാണാതെ പോകരുത് എന്നേ ഞാൻ സൂചിപ്പിച്ചോളൂ. സാമ്രാജ്യത്വ വിരുദ്ധ ഭയം ജനങ്ങളുടെ ജനാധിപത്യ ആവശ്യമാണ്. കാരണം ഇന്ത്യയിലെ ഭരണകൂടത്തെ പോലെയല്ല നമുക്ക് അമേരിക്കൻ സാമ്രാജ്യത്തെ കാണാൻ ഗണങ്ങൾ ഉന്നയിക്കുമ്പോൾ, ചർച്ചയിൽ ഗണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. ശ്രീ മോഹനവർമ്മ, നമ്മളുടെ വളരെ ചൂടേറിയ ഒരു ആശയമാണ്. ടെക്നോളജിയാണോ അധികാരമാണോ, ആ ടെക്നോളജിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ അധികാരമാണോ യഥാർത്ഥത്തിൽ പ്രശ്നം എന്നൊരു ചർച്ചയുണ്ട്. ഏറ്റവും പ്രധാനം, ഒരിക്കൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അധികാരം തന്നെ, അധികാരം തന്നെ, ഒരു സംശയവും ഇല്ല. അത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ഇതാണ്. അതിനു വേണ്ടി ബാക്കി ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും, അതിനുവേണ്ടി മാത്രം. അവിടെ ഈ ജനാധിപത്യം എന്നുള്ള പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരും എന്നുള്ളതേ ഉള്ളൂ. അത് ഒരിക്കലും ജനാധിപത്യമല്ല. ഇന്ന്
ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ദരിദ്ര രാജ്യമല്ല, ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്ന രാജ്യം നമ്മളാണ് ലോകത്തെ, അതും ഇവിടെ തന്നെയാണ്. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ രീതിയാണെന്ന് പറഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എനിക്ക് ഒരു തരത്തിലും അതിനോട് യോജിക്കാൻ ഒക്കില്ല. ജനാധിപത്യമൊന്നും അല്ല ഇത്. ശ്രീ മാധവൻകുട്ടി, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു സർവൈലിംഗ് സിസ്റ്റം ഗവൺമെന്റിന് ശക്തമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഉണ്ടെന്ന് മാത്രമല്ല, ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇസ്രായേലിൽ നിന്ന് വെറിനെറ്റ് മേടിച്ചുകൊണ്ട് അവർ തുടങ്ങിയിരിക്കുകയാണ്. പ്രാദേശിക വികേന്ദ്രീകൃതം മാത്രമായിരുന്നു ഇതുവരെയുള്ള രഹസ്യ നിരീക്ഷണം. അതിന് സെൻട്രൽ മോണിറ്ററിംഗ് സിസ്റ്റം CMS എന്ന പുതിയ പരിപാടി ഇന്ത്യൻ ഭരണകൂടം ഉണ്ടാക്കി കഴിഞ്ഞു. നിരവധി അതിൽ 7 സംഘടനകൾക്ക്, ഇൻ്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, CBI തുടങ്ങിയ 7 സംഘടനകൾക്ക് പരിപൂർണമായി അതിന് അവകാശം കൊടുത്തു കഴിഞ്ഞു. കേരള ഗവൺമെൻറ് അതിന് ചുവടൊപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ തന്നെ കേന്ദ്രീകൃതമായിട്ടുള്ള സെക്യൂരിറ്റി ഹബ് ടെക്നോ പാർക്കിൽ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങ് അസാങ്കയെക്കുറിച്ച് സംസാരിച്ചു, സ്നോഡനെ അനുകൂലിച്ച് സംസാരിച്ചു. സ്വാഭാവികമായും ലീക്കേഴ്സ് ഉണ്ടാവണം, വിസിൽ ബോളേഴ്സ് ഉണ്ടാവണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ പത്രമാധ്യമങ്ങളിലെത്തിയാൽ അങ്ങ് അതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും സാധിക്കും. ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമല്ലേ? പാർട്ടിയുടെ ചർച്ചകൾ കേൾക്കണമല്ലോ. പാർട്ടി ജനാധിപത്യ സ്പേസിലല്ലേ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ തലമുടി നരച്ചത് ഇത് തർക്കിച്ചുകൊണ്ടാണ് 12 വർഷമായിട്ട്. ഒരു കാര്യം കൂടി, ജനാധിപത്യ വ്യവസ്ഥയിൽ പത്രങ്ങളുടെ പങ്ക് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് പുറത്തു കൊണ്ടുവരികയാണ്. ഇങ്ങോട്ട് തരുന്നത് വാർത്തയല്ല. ഇപ്പം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പത്രപ്രവർത്തനത്തിൻ്റെ അധികവും ഛർദിയാണ്. ഇത് വാർത്ത ആരെങ്കിലും ഓരോ രാഷ്ട്രീയക്കാർ പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്തോ അത് പുറത്തു കൊണ്ടുവരും. അത് പാർട്ടിക്കും ബാധകമാണ്. അതുകൊണ്ട് ഞാൻ ഡിഫെൻസീവിലൊന്നും ആവുന്നില്ല. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തെ കലണ്ടർ വർഷത്തിലെ അവസാന ക്വാർട്ടറിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം അന്നത്തെ ഹോം സെക്രട്ടറി RK സിംഗ് കൊടുത്ത ഉത്തരവ് പ്രകാരം 10,000 ഫോൺ ടാപ്പുകളാണ് നടന്നത്. ഔദ്യോഗികമാണ്. ഇപ്പം അറ്റ് എ ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മുഴുവൻ നെറ്റ്വർക്കിൽ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് അനുസരിച്ച്, അതും ആധികാരികമായ ഏജൻസികളെ കൊണ്ട് നടത്തിയ പഠനം അനുസരിച്ച് 2,000 ഫോൺ ടാപ്പിലിട്ടേക്കുവാണ്. അത് എൻ്റെതാവാം, മാധവൻകുട്ടി സാറിൻ്റെതാവാം, അരുണിൻ്റെതാവാം, ആരുടെ ഫോൺ ടാപ്പില്ല. ഇത്രത്തോളം രീതിയിൽ പ്രജാജീവിതങ്ങളുടെ ഇത്തരം വലിയ ചെറിയ കാര്യങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞു നോക്കാൻ എന്താണ് ഭരണകൂടത്തിനുള്ളത്? ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഇടയിലുള്ള ഫേസ്ബുക്ക്, നമ്മളെ ലീക്ക്, നേരത്തെ മാധവൻകുട്ടി സാറ് പറയുന്ന പോലെ നമ്മൾ പോയി തിരഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന പല സാധനങ്ങളും, അധികാര കൊത്തളങ്ങളിലുള്ള പല സാധനങ്ങളും ഭരണകൂടത്തെ അസ്വസ്ഥമാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് അത് ജനങ്ങളിൽ മുഴുവൻ സാങ്കേതിക ഭീതി ഉണ്ടാക്കുകയും അതൊരു തരത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. അതൊരു 50 വർഷം പിന്നോട്ടേ കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെ ഉപകരണങ്ങളായിരിക്കും, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് പണ്ടേതോ കാലത്തെ പേടിയിലും അരക്ഷിതാവസ്ഥയിലുമായി. ഫേസ്ബുക്കിലെ ലൈക്കും ഡിസ്ലൈക്കും അതുമാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതിന് പിന്നിലെ രാഷ്ട്രീയവുമാണ്. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. വിവരങ്ങൾ സൂക്ഷിക്കുന്ന രാഷ്ട്രീയം, ഒളിഞ്ഞുനോട്ടത്തിൻ്റെ രാഷ്ട്രീയം. അതുകൂടി മനസ്സിലാക്കണമെന്ന വിശ്വാസത്തോടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. അതുവരെ മലയാളിയുടെ വർത്തമാനകാലത്തിൻ്റെ വർത്തമാനം കേരള സമ്മിറ്റ് വിടവാങ്ങുന്നു. ശുഭരാത്രി, ശുഭനിദ്ര, സുന്ദര സ്വപ്നങ്ങൾ.